ഗാനം സ്രവത്യാമഘടാംബുവത് തസ്മാൻ മനോവചഃ പ്രാണാൻ നിയച്ഛേന്മൽ പരായണ മൽഭക്തിയുക്തയാ ബുദ്ധ്യാ തതഃ പരിസമാപ്യതേ ശ്രീഹരയേ നമഃ. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യ സംഹിതായാം ഏകാദശേ ഷോഡശോധ്യായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. അങ്ങനെ 6-ാം ദിവസമായിട്ടുള്ള ഇന്നത്തെ വായന ഏകാദശം 16-ാമത്തെ അധ്യായം ആ വിഭൂതി യോഗത്തോടു കൂടി ഇവിടെ സമർപ്പിച്ചു. ഇനി കുറച്ചു നേരം പ്രഭാഷണമാണ്. ആ പ്രഭാഷണം പറയുന്ന ആള് നമ്മുടെ എല്ലാവരുടെയും സുപരിചിതയായിട്ടുള്ള സുദർശന രഘുനാഥ്, സുദർശന വനമാലി അഥവാ നമ്മുടെ എല്ലാവരുടെയും സുദർശനാമ്മയാണ്. ആ സുദർശന മുഖാംഭോജ അച്യുതം ഹരികഥാമൃതം, ആ സുദർശനാമ്മയുടെ മുഖത്തിൽ നിന്ന് ഒഴുകി വരുന്നതായിട്ടുള്ള ആ രാധാകൃഷ്ണ പ്രേമാമൃതം നമുക്കെല്ലാവർക്കും ആവോളം ആസ്വദിക്കാം. ആ സുദർശനാമ്മയെ വളരെ സ്നേഹത്തോടും ഭക്തിയോടും കൂടിയിട്ട് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ശ്രീഹരയേ നമഃ. ഹരേ ഗുരുവായൂരപ്പ ശരണം, മുല്ലോർലി തേവരേ ശരണം, സർവേശ്വര മംഗലത്തപ്പ ശരണം, തലയാക്കുളത്തമ്മേ ശരണം, നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ. ജയ ജയ ശ്രീരാധേശ്യാം. എല്ലാ സജ്ജനങ്ങളുടെയും പാദത്തിലും മനസ്സുകൊണ്ട് നമസ്കരിക്കണം. ഒരു സപ്താഹവേദിയിൽ ഇരുന്നിട്ട് ഒരു പ്രഭാഷണം പറയുക എന്ന് പറഞ്ഞാൽ അതിന് അർഹതയുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഒരു വ്യക്തി എന്നുള്ള എനിക്ക് ഒരു അർഹതയില്ല. പക്ഷേ തേവരുടെ കാരുണ്യം, ഭഗവാന്റെ കാരുണ്യം ഒന്നു മാത്രം കൊണ്ടാണ്. ഭഗവാൻ ഓരോന്നും ഓരോരുത്തർക്ക് കാണിച്ചു തരികയാണ്. കാരണം നിങ്ങളുടെ ഇത്രയും നേരം നിങ്ങളിൽ ഒരാളായിട്ട് ഇരുന്നിട്ട് ഇപ്പോൾ ഇവിടെ വന്ന് നിങ്ങൾക്ക് കഥ പറഞ്ഞു തരാനോട് ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അതിന് സാധിക്കും. ഭഗവാൻ പറഞ്ഞു തരാം നമ്മളോട്. നമ്മളെല്ലാവരും ഒരുപോലെയാണ്, എല്ലാവർക്കും സാധിക്കും. ഭഗവാനോടുള്ള ആ ഒരു പ്രേമം നമ്മുടെ ഉള്ളിൽ ഉണ്ടായാൽ മതി, നമുക്ക് എല്ലാവർക്കും സാധിക്കും എന്നുള്ളതാണ്. ഈ ഒരു അവസരം ഒരുക്കാൻ ഭഗവാൻ ആടിയ ലീലകൾ ആലോചിച്ചാൽ അത്ഭുതമാണ്. ആചാര്യനോട് നമ്മൾ അവിടെ ചെന്ന് ഡേറ്റൊക്കെ ഉറപ്പിച്ച് വന്നപ്പോൾ 14-ാം തീയതി മുതൽ 21-ാം തീയതി വരെ എന്ന് പറഞ്ഞു. അദ്ദേഹം അത് സ്വീകരിച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞു, നോട്ടീസ് അടിച്ചു കൊടുത്തുമൊക്കെ ചെയ്തു. പക്ഷേ 20-ാം തീയതി എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ 21 എന്നുള്ളത് 20ആയി. അപ്പോൾ 20-ാം തീയതി വൈകുന്നേരം മഹാത്മ്യത്തോട് കൂടിയിട്ട് സപ്താഹം വേറൊരു ദിക്കിലേറ്റു. അപ്പോൾ ആ ഒരു ഇത് നമ്മൾ അപ്പോൾ അദ്ദേഹം എന്നിട്ട് പോകാതിരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായതുകൊണ്ട് അപ്പോൾ ഭഗവാൻ ഇതൊക്കെ മുൻകൂട്ടിയിട്ട് നിശ്ചയിച്ചതാണ്. സന്താനഗോപാലായാലും അതെ. ഇന്നിവിടെ ഇരിക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ അനുസ്മരിക്കേണ്ടത് എൻ്റെ അമ്മയാണ്. ഇവിടെ ആചാര്യനും അമ്മയുടെ മഹത്വം കുറേ പറഞ്ഞു. അപ്പോൾ എപ്പോഴും അതെ, അമ്മയാണ് ഏറ്റവും കൂടുതൽ മനസ്സിൽ. അച്ഛൻ്റെ കയ്യിലൂടെ ധാരാളം അച്ഛനിലൂടെയാണ് കൃഷ്ണകഥകൾ കേട്ട് ഈ ഒരവസ്ഥയിൽ എത്തിച്ചാൽ അമ്മ എപ്പോഴും
ഈ സന്താനഗോപാലം ചെറുപ്പത്തിലേ തൊട്ടിട്ട് ആ സന്താനഗോപാലം ഇങ്ങനെ പാടി തന്നത് അമ്മ എഴുതി വെച്ച അത് കാരണം കൊണ്ട് ആ സന്താനഗോപാലം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു അതും അമ്മയും കൂടെ ഇവിടെ നമ്മുടെയൊക്കെ സന്നിധിയിലിരുന്ന് നമ്മുടെ ഗുരുകാരണവന്മാരെല്ലാവരും ഇതിന് ആ ഒരു സത്സംഗത്തിലിരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരുപാട് നമ്മളൊക്കെ വിചാരിക്കും ഇതൊക്കെ യാദൃശ്ചികന്നതൊക്കെ ഭഗവാന്റെ ഇച്ഛ മാത്രമാണ്, ഒരാളുടെയും കഴിവല്ല. ഒക്കെ ഭഗവാൻ ഇങ്ങനെ കൂട്ടിയിട്ട് ഓരോന്നും ഇങ്ങനെ എത്രയോ മുമ്പ് ഇതൊക്കെ ഭഗവാൻ തീരുമാനിച്ച് വച്ചിരിക്കണം. ആരൊക്കെ എവിടെയൊക്കെ എത്തിപ്പെടണം, എന്തൊക്കെ വേണം, എങ്ങനെയൊക്കെ വേണം എന്നൊക്കെ നമ്മളുടെ ആരുടെയും കഴിവല്ല, ഒക്കെ ആ തേവരുടെ തീരുമാനമാണ്. ഭഗവാന്റെ കാരുണ്യം ഒന്ന് മാത്രമാണ്, നമുക്ക് ഓരോരുത്തർക്കും അനുഭവമാണത്. അതാണ് അപ്പോൾ അതിമനോഹരമായ കഥകളിലൂടെ ഇത്രയും ദിവസം നമ്മളിവിടെ ആ മനസ്സും ഒക്കെ നിറഞ്ഞുകൊണ്ട് എന്ത് മനോഹരമായിട്ടാണ് ആചാര്യൻ ഇവിടെ കഥകൾ പറഞ്ഞു തന്നത്. ലളിതമായിട്ട് മനോഹരമായിട്ട് ഓരോരുത്തർക്കും ഒന്നും അറിവില്ലാത്തവരുടെ ഉള്ളിലേക്ക് എത്താൻ പാകത്തിന് പറഞ്ഞു. അതുപോലെ അതിമനോഹരമായിട്ടുള്ള പാരായണം, അതിമനോഹരമായിട്ടുള്ള കീർത്തനങ്ങൾ എല്ലാം കേട്ട് മനസ്സ് നിറഞ്ഞ് രാത്രിയോടെ എത്തുമ്പോഴേക്കും രാവിലെ അവൻ ധൃതിയായി എല്ലാവർക്കും. അങ്ങനെ നമ്മളിങ്ങനെ ഇത്രയും ദിവസം പോയത് അറിഞ്ഞില്ല. ഒരാഴ്ച എത്ര വേഗം കഴിഞ്ഞ തിങ്കളാഴ്ച അവിടെ വന്നിട്ട് നമ്മളിത് എഴുന്നള്ളിച്ച് കൊണ്ടുവന്ന് അവിടെ ആചാര്യന്മാരെ എല്ലാവരെയും അവിടെ നിന്ന് സ്വീകരിച്ച് കൊണ്ടുവന്ന് ഇരുത്തിയത് ഇന്നലെയാണെന്ന് തോന്നും. അത്രയും നമ്മൾ ഇത്രയും ദിവസം പോയത് അറിഞ്ഞില്ല. അപ്പോൾ ഭഗവാൻ നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് ഈ ഒരു അനുഗ്രഹം കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളിൽ ഓരോരുത്തർക്കും ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടാവട്ടെ എന്നാണ് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നത്. ഒരുപാട് പേരുടെ പ്രാർത്ഥനകളോടുകൂടിയാണ് ഇതിനെ എത്തിയത്. അപ്പോൾ അടുത്ത വർഷമാകുമ്പോഴേക്കും ഇവിടെ ഇപ്പോൾ ഭാഗവതം വെച്ച് വായിക്കണ ഓരോരുത്തർക്കും ഭാഗവതം വായിക്കാനുള്ളൊരു പ്രാപ്തി ഉണ്ടാവട്ടെ. എല്ലാവർക്കും ആ ഭാഗവതം കയ്യിലെടുത്ത് എല്ലാവർക്കും അത് നിത്യപാരായണം ചെയ്യാനായിട്ട് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഓരോരുത്തരുടെ ഉള്ളിലിരുന്നിട്ടും നിത്യപാരായണം ചെയ്യണം എന്നുള്ളൊരു കൊതി ഉണ്ടാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ ഒരു കഥാഭാഗം ഇവിടെ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുകയാണ് ഭഗവാന്റെ പാദത്തിൽ. എല്ലാവർക്കും എല്ലാ നന്മയുണ്ടാവാൻ ഭഗവാൻ നമ്മളോട് ആചാര്യം പറഞ്ഞു തന്നു, ലോകാ സമസ്ത സുഖിനോ ഭവന്തു. നമ്മളിവിടെ ഉണ്ട്, ഇവിടെ എത്താൻ കൊതിച്ച് ഒരുപാട് ആൾക്കാർ ഒരുപാട് ദിക്കിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. കരഞ്ഞുകൊണ്ട് എന്നും എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, വരാൻ പറ്റിയില്ലല്ലോ എന്ന്. അത്രയും കരഞ്ഞു. അപ്പോൾ ചെന്നൈയിൽ നിന്ന് വന്നവരിവിടെ ഉണ്ട്, തിരുവനന്തപുരത്ത് നിന്ന് വന്നു, അതുപോലെ കണ്ണൂർ, കാസർഗോഡ് മുതൽ കേരളത്തിൽ എല്ലാ ദിക്കിൽ നിന്നും വന്നു. ബോംബെയിൽ നിന്ന് വന്നൊരു കുട്ടി ഉണ്ടായിരുന്നു, ഒരു ദിവസം വന്ന് പോയി. അപ്പോൾ ഇത്രയും ആൾക്കാർ ഇവിടെ വന്നു എന്നുണ്ടെങ്കിലും നമ്മുടെ തൊട്ടടുത്ത് കിടന്നിട്ട് ഇതിനൊന്നും അറിയാനും കേൾക്കാനും പറ്റാത്തവരുണ്ട്. അപ്പോൾ നോക്കൂ, അത് ആ ഭഗവാന്റെ തീരുമാനമാണ്. ആരൊക്കെ എങ്ങനെയൊക്കെ വന്നെത്തണം, ആ ഒരു സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ ഇവിടെ ഉള്ളവർ തന്നെ എത്ര പേർക്ക് ഇത് വേണ്ടതുപോലെ കേൾക്കാൻ, ഇത് മനസ്സിലാക്കണം. ഇത്രയും സപ്താഹം നടക്കുന്നത് ഇത്രയും സൗകര്യമായിട്ട് കിട്ടിയിട്ട് അത് കേൾക്കണം, മനസ്സിലാക്കണം എന്ന് തോന്നുന്നുണ്ട്. ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഇതൊക്കെ എത്ര സുഹൃതമാണ്. നമ്മളെല്ലാ വ്യാഴാഴ്ചയും ഇവിടെ നാമജപം നടത്തുന്നുണ്ട്, എല്ലാ വ്യാഴാഴ്ചയും. അതിൽ എത്ര പേർക്ക് പങ്കെടുക്കാൻ പറ്റുന്നവരുണ്ട്. പക്ഷേ എന്താ നാമം ജപിക്കുക എന്ന് പറഞ്ഞാൽ അതെന്തോ ഒരു വിമുഖത പോലെയാണ്. കാരണം എളുപ്പമല്ല നാമം ജപിക്കാം എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. അതുകൊണ്ട് തന്നെയാണ്. പക്ഷേ അത് ജപിച്ചേ ഒരു രോഗം വന്നാൽ ഇന്നത് ചെയ്താലേ മാറുള്ളൂ എന്ന് പറഞ്ഞാൽ അത് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ആ രോഗം മാറുമോ? അതുപോലെ നമ്മൾ ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ ബുദ്ധിമുട്ടുകളാകുന്ന ധാരാളം രോഗങ്ങളെ കൊണ്ട് വലയുക നമ്മളെല്ലാവരും. അപ്പോൾ ആ രോഗം മാറണമെങ്കിൽ എന്ത് വേണം? നാമം ജപിച്ചാലേ പറ്റുള്ളൂ. അത് മാത്രം ചെയ്യില്ല, ബാക്കിയെല്ലാം ചെയ്തു നോക്കും. അവിടെ പോയി വഴിപാട് ചെയ്യും, ഇവിടെ പോയി വഴിപാട് ചെയ്യും, ആ പൂജ ചെയ്യും, ഈ പൂജ ചെയ്യും, ആ ജ്യോത്സ്യനെ കാണും, ഒക്കെ ചെയ്യും. നാമം ജപിക്കാൻ പറഞ്ഞാൽ കേൾക്കില്ല. അതുപോലെയാണ് നമ്മൾ അതിനെയൊക്കെ ഉപേക്ഷിക്കുകയാണ്. പക്ഷേ നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ നാമം ജപിച്ചാൽ മാത്രമേ നമ്മുടെ കർമ്മപ്രാരാബ്ധങ്ങൾ തീരുള്ളൂ. ഈ കർമ്മപ്രാരാബ്ധങ്ങളാണ് നമുക്ക് രോഗങ്ങളായിട്ടും ദുരിതങ്ങളായിട്ടും ഓരോരോ കഷ്ടപ്പാടുകളായിട്ടും ദുഃഖങ്ങളായിട്ടും ഒക്കെ വരണത്. അപ്പം നീങ്ങണമെങ്കിൽ നാമജപം അല്ലാണ്ട് വേറൊരു വഴിയില്ല. ഇത്രയും ദിവസം ഭാഗവതം മുഴുവനും പറഞ്ഞിട്ട് ഇനി നാളെ പറയാൻ പോകുന്നു. എന്താ? ആ നാമം ജപിക്കൂ, അത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ആ ഭഗവാന്റെ പാദത്തിൽ നമസ്കരിച്ചിട്ട് നമ്മൾക്ക് ഉദ്ഘാടനത്തിന് വന്ന കുമാരേട്ടൻ പറയാറുള്ള പോലെ ഭഗവാന്റെ പാദത്തിൽ കെട്ടിപ്പിടിച്ച് ഉറക്ക നാമം ജപിച്ചോളൂ, വേറെ ഒന്നുമില്ല വഴി എന്ന് പറയണം.
അപ്പോൾ അങ്ങനെ ആ നാമജപം എല്ലാ വ്യാഴാഴ്ച ഇവിടെ നടക്കുന്നുണ്ട് 3 വർഷമായിട്ട്. പക്ഷെ എത്ര പേര് നമ്മുടെ നാട്ടിൽ നിന്ന് ഇവിടെ എത്തിപ്പെടുന്നുണ്ട്. അതാ പറഞ്ഞ. അപ്പോൾ ഇതൊക്കെ സുഹൃതം ചെയ്തവർക്കാണ്. ഇത് ഒരു ക്ഷേത്രത്തിൽ നടക്കുന്നതാണ്. നമ്മൾ കവലയിൽ പോയി വച്ചിട്ടൊന്നും ഇങ്ങനെയുള്ള ചെയ്യില്ല. കാരണം ആവശ്യമുള്ളവരെ ഇവിടെ എത്തിച്ചേരും. എത്ര അകലെന്നായാലും വേണ്ടില്ല, ഇവിടെ എത്തിച്ചേരും. അതിനാരും ഒന്നും പറയേണ്ട. അവരെ ആ ഈശ്വരൻ ഇവിടെ കൊണ്ടുവന്നിരുത്തും. 1 മണിക്കൂറെങ്കിൽ 1 മണിക്കൂർ കൊണ്ടുവന്നിരുത്തും. അപ്പം അങ്ങനെയുള്ള ആ ഭഗവാന്റെ ആ കാരുണ്യത്തിൻ്റെ മുമ്പിൽ നമസ്കരിച്ചുകൊണ്ട് ഇവിടെ പറയുന്ന ഓരോന്നും ഭഗവാൻ തിരിച്ചറിയും. ഇന്നലെ രാവിലെ അവിടെ വന്നപ്പോൾ ഇന്നലെ മേശാന്തി ഇത്തിരി വൈകി. ഞങ്ങൾ വന്നപ്പോൾ കണ്ണൻ കുളിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ കണ്ണനോട് ചോദിച്ചു, അല്ല കണ്ണൻ കുളിച്ചില്ലേ? ഞങ്ങളൊക്കെ കുളിയൊക്കെ കഴിഞ്ഞതേ വന്നു, കണ്ണൻ എന്താ അങ്ങനെ ഇരിക്കണേന്ന്. അപ്പോൾ മേൽശാന്തി പറഞ്ഞത് എന്താ വെച്ചാൽ കണ്ണന് കുളിക്കാൻ മടിയാ, അതുകൊണ്ടാവും എന്ന് പറഞ്ഞു. അത് ഞങ്ങൾ 2-3 പേരെ ഇവിടെ കേട്ടുള്ളൂ, വേറെ ആരും കേട്ടില്ല. പക്ഷെ ഇന്നലെ ഇവിടെ ഇവിടെ ഇരുന്നപ്പോൾ ആചാര്യൻ പറഞ്ഞത്, യശോദാമ്മയുടെ കഥ പറഞ്ഞപ്പോൾ ആചാര്യൻ പറഞ്ഞു, കണ്ണനെ കുളിക്കാൻ വലിയ മടിയാ, അണിഞ്ഞൊരുങ്ങാൻ നല്ല സന്തോഷമാണ്. അതുപോലെ തന്നെ ഇന്നലത്തെ അണിഞ്ഞൊരുക്കൽ എത്ര പേർക്കത് അനുഭവമായെന്ന് എനിക്കറിയില്ല. എനിക്ക് അനുഭവമായി. ഇവിടെ നിന്ന് ഈ പുറമേ നിന്ന് ഭഗവാനെ നോക്കുമ്പോൾ സാക്ഷാൽ രുക്മിണീ ദേവിയായിട്ട് എന്തൊരു മനോഹരമായിട്ടുള്ള രൂപമായിരുന്നു. ശരിക്കും ശരീരം മുഴുവൻ കോരിത്തരിച്ചു. അപ്പോൾ ആ രുക്മിണി അടുത്ത് കാണാൻ വേണ്ടി ഓടി ചെന്നിട്ട് അവിടെ ശ്രീലാത്തേക്ക് നോക്കിയപ്പോൾ അടുത്ത് ചെന്നപ്പോൾ ഞാൻ രുക്മിണിയൊന്നല്ല, ഞാൻ കൃഷ്ണൻ തന്നെയാന്ന് പറഞ്ഞ് ചിരിച്ച് നിൽക്കണ കണ്ണനെ കാണാൻ സാധിച്ചു. എത്ര പേർക്കത് ഉൾക്കൊള്ളാൻ സാധിച്ചു എന്നുള്ളത് അറിയില്ല. അതിനെ ആ ഉൾക്കൊള്ളാൻ ഹൃദയത്തിൽ ആർദ്രത വരാണ്ട് അത് ഉൾക്കൊള്ളാൻ പറ്റാത്തവരാകുമ്പോൾ അവർക്ക് തോന്നും, ഇതൊക്കെ വെറുതെ പറയുക, അതൊക്കെ ഓരോന്ന് അങ്ങനെ തോന്നും. പക്ഷെ അത് അനുഭവിക്കണവർക്ക് ആ അനുഭവം പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. അപ്പോൾ എല്ലാവർക്കും അനുഭവം ആവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നമുക്കത് അടുത്ത ആ കഥ പറയണത് ഇവിടെ ഭഗവാൻ പറയാൻ ഏൽപ്പിച്ചിരിക്കുന്നത് സന്താനഗോപാലം കഥയാണ്. സന്താനഗോപാലം കഥയിൽ ഒരു ബ്രാഹ്മണൻ്റെ കഥയാണ് അവിടെ അനുസ്മരിക്കുന്നത്. ദ്വാരകയിൽ ശ്രീകൃഷ്ണ ഭഗവാൻ തൻ്റെ പത്നിമാരൊക്കെ കൂടിയിട്ട് ദ്വാരകയിൽ സുഖമായിട്ട് വസിക്കുന്ന സമയത്ത് അവിടെ ദ്വാരകയിൽ ഒരു ബ്രാഹ്മണൻ താമസിച്ചിരുന്നു. അപ്പോൾ ആ ബ്രാഹ്മണന് ഒരു കുഞ്ഞുണ്ടായി. ആ കുഞ്ഞ് പ്രസവിച്ച ഉടനെ തന്നെ മരിച്ചു. സാധാരണ പലർക്കും അനുഭവമുള്ളതാണ്, പ്രസവിച്ച ഉടനെ മരിച്ചു. അത് കഴിഞ്ഞു പിന്നീടും ഒരു കുഞ്ഞുങ്ങളുണ്ടായി. അങ്ങനെ ആ കുഞ്ഞ് മരിച്ചു, അടുത്ത കുഞ്ഞ് മരിച്ചു. അങ്ങനെ 3-4 കുട്ടികൾ പ്രസവിച്ച ഉടനെ മരിച്ചപ്പോൾ ബ്രാഹ്മണന് വലിയ സങ്കടമായി. ഒരെണ്ണമൊക്കെ ആകുമ്പോൾ നമ്മുടെ കർമ്മദോഷം കൊണ്ടായിരിക്കും, 2ആവുമ്പോഴും 1ഉം 2ഒക്കെ സംഭവിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ച് ഇരുന്നു. പക്ഷേ വീണ്ടും ഇങ്ങനെ അനുഭവിച്ചപ്പോൾ ആ കുഞ്ഞിൻ്റെ മൃതദേഹം എടുത്തുകൊണ്ട് നേരെ ശ്രീകൃഷ്ണ ഭഗവാന്റെ കൊട്ടാരത്തിൻ്റെ അവിടെ ആ സഭയിൽ ചെന്ന് നിന്നിട്ട് ഉറക്കെ വിളിച്ചു, കൃഷ്ണ കൃഷ്ണ, കണ്ടില്ലേ എൻ്റെ കുഞ്ഞ്, എത്ര കുഞ്ഞുങ്ങളാണ്, 4ഉം 5ഉം കുഞ്ഞുങ്ങളൊക്കെ മരിച്ചു, നീ അറിയണില്ലേ കൃഷ്ണ? എന്താ എനിക്കിങ്ങനെ വരാൻ? ഭഗവാനെ എന്തുകൊണ്ടാണ് എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കാത്തത്? നീയെ, ഞങ്ങൾക്ക് വേറെ ആരാ ഉള്ളേ ഭഗവാനെ? അവിടെ നിന്നല്ലാണ്ട് വേറെ ആരെങ്കിലും ഉണ്ടോ? കൃഷ്ണ കൃഷ്ണ രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് ഒക്കെ കരയും. അതൊക്കെ പറഞ്ഞു. ആ കരഞ്ഞ് ആ കുഞ്ഞിനെ മൃതദേഹം കൊണ്ട് തിരിച്ചു പോകും. പിന്നെയും കുഞ്ഞുങ്ങളുണ്ടായി. ആ കുഞ്ഞുങ്ങളും മരിക്കുകയാണ്. ഓരോ തവണയും ആ ബ്രാഹ്മണൻ അവിടെ നിന്ന് ഉറക്കെ കരയണു. ആ കൃഷ്ണൻ്റെ സഭയിൽ വന്നിരുന്ന് ഉറക്കെ കരയണു. ആ കരച്ചിൽ ശരിക്കും അത് ഇവിടെ ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ പറയുന്ന കാര്യങ്ങൾ ഭാഗവതത്തിൽ അത് തന്നെയാണ്. നമ്മുടെ പൂന്താനുമുഖസൻ അത് കണ്ടെഴുതിയ പോലെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം അവിടെ ചെന്നിട്ട് ഇങ്ങനെ പറയുകയാണ്, ഭഗവാനെ, നല്ല ഭരണം നടക്കണത്തൊന്നും ദുരിതങ്ങളും ദുഃഖങ്ങളൊന്നും കാണില്ല, ബാലമരണമൊന്നും കേൾക്കില്ല. പക്ഷേ എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം അങ്ങനെ വന്നേ? വേറെ എവിടെയും കേൾക്കണില്ലല്ലോ. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചത് ഇത് എൻ്റെ കർമ്മദോഷം കൊണ്ടാണെന്നാണ്. പക്ഷേ നിന്നെ പോലെ ഒരാൾ രാജാവായിട്ടിരിക്കുമ്പോൾ ഇതിവിടെ സംഭവിക്കണില്ലേ കൃഷ്ണ? നീ ഇത് കാണണില്ലേ? ഞങ്ങൾക്ക് വേറെ ആരും ഗതിയില്ലല്ലോ ഗുരുവായൂരപ്പ, അവിടത്തോടല്ലാണ്ട് ആരോടാ പറയാ എന്ന് പറഞ്ഞ് അവർക്കൊക്കെ കരയാണ്. എത്ര കൊതിച്ചിട്ടാ കൃഷ്ണ ഈ കുഞ്ഞുങ്ങളുണ്ടായത്? അതെല്ലാം നിനക്കറിയാത്തതല്ലല്ലോ.
ഒരു കുഞ്ഞുണ്ടാവാൻ വേണ്ടിയിട്ട് എത്ര വ്രതമാണ് ഞാൻ നോക്കിയത്. എത്ര ആൾക്കാരെ കൊണ്ട് വേദം ജപിപ്പിച്ചു, എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്യിച്ചു, ക്ഷേത്രങ്ങളിൽ എത്രയെത്ര പൂജ കഴിപ്പിച്ചു, അങ്ങനെ എത്രയെത്ര നിവേദ്യം കഴിപ്പിച്ചു. അങ്ങനെ ആ ഒരു മനുഷ്യൻ ലോകത്തെ എങ്ങനെയാണോ ചെയ്യണത്, മാലോകര് ചെയ്യണ എല്ലാ കാര്യങ്ങളും ചെയ്തില്ലേ ഭഗവാനെ. എന്നിട്ട് അവിടുന്ന് എന്തേ ഇതൊന്നും ഈ ഒരു കുഞ്ഞിനെ പോലും അനുഭവമാവാണ്ടിരുന്നത് ഭഗവാനെ, അവിടുന്ന് അല്ലാണ്ട് ആരുമില്ല എന്നൊക്കെ പറഞ്ഞു. ഈ സോമവാരം നോറ്റു, പിന്നെ ഇനി ചെയ്യാനായിട്ടൊന്നുമില്ല ഭഗവാനെ, അവിടുന്ന് കനിയണം, എൻ്റെ കർമ്മദോഷം മാറ്റിത്തരണം എന്ന് പറഞ്ഞു. പിന്നെയും ഭഗവാൻ ഒന്നും മിണ്ടണില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആ കർമ്മദോഷങ്ങൾക്ക് അനുഭവിക്കാൻ ഓരോരുത്തർക്കും ഓരോന്ന് അനുഭവിക്കാൻ വച്ചേക്കണത് അവരുടെ പൂർവ്വജന്മ കർമ്മദോഷങ്ങൾ അനുഭവിച്ചു തീർന്നാലേ സാധിക്കുള്ളൂ. പണ്ട് വില്യമംഗലം സ്വാമിയാരെ പറ്റി കേട്ടിട്ടുണ്ടോ? മഹാത്മാക്കളെ അനുസ്മരിച്ചൊരു കഥയാണ്. വില്യമംഗലം സ്വാമിയാർക്ക് ഒരിക്കലും തലവേദന വന്നുത്രേ. തലവേദന സഹിക്കാൻ പറ്റണില്ല അദ്ദേഹത്തിന്. തലവേദന സഹിക്കാൻ പറ്റാണ്ട് അദ്ദേഹത്തിൻ്റെ പൂജയും കർമ്മങ്ങളൊക്കെ മുടങ്ങണ പോലെ. അത് അദ്ദേഹത്തിന് സങ്കടമാണ്. ബാക്കി എന്തുകൊണ്ടായാലും കുഴപ്പമില്ല, ഇതൊക്കെ മുടങ്ങല്ലേ. കണ്ണനെ ധ്യാനിക്കണതൊക്കെ മുടങ്ങണു തലവേദനയുടെ ശക്തി കൊണ്ട്. കണ്ണനോട് ഒരുപാട് പറഞ്ഞു തലവേദനയുടെ ശക്തിയുടെ കാര്യം. കണ്ണൻ ചിരിച്ചിട്ട് ഒന്നും മിണ്ടാണ്ട് പോകും. കണ്ണനെ ധ്യാനിക്കുമ്പോൾ കണ്ണൻ വരും. അപ്പോൾ തലവേദന കാരണം എനിക്ക് സാധിക്കണില്ല ഗുരുവായൂരപ്പ, എന്തൊരു വേദനയാന്ന് പറയും. കണ്ണനൊന്നും മിണ്ടില്ല. കണ്ണൻ മിണ്ടാണ്ട് പോകുത്രേ. അത് കഴിഞ്ഞ് ഒരു വയറുവേദനക്കാരൻ്റെ കഥ ആചാര്യൻ പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ. കുറൂരമ്മയുടെ അടുത്ത് ചെന്നപ്പോൾ വയറുവേദന മാറിയെന്ന്. അവസാനം ഇദ്ദേഹം കുറൂരമ്മയുടെ അടുത്ത് ചെന്നപ്പോൾ കുറൂരമ്മ പറഞ്ഞത്രേ, ഒന്നും വിഷമിക്കണ്ട, ഗുരുവായൂരപ്പന് ചാർത്തിയ ചന്ദനം ഉണ്ടല്ലോ, ആ കളഭങ്ങൾ നെറ്റീമ തേച്ചോളൂ, എല്ലാ വേദനയും മാറും, എന്നിട്ട് ഉറക്ക നാമം ജപിച്ചോളൂ, എല്ലാ വേദനയും മാറും എന്ന് പറഞ്ഞു. അദ്ദേഹം അതുപോലെ ചെയ്തു, തലവേദന മാറി. അപ്പോൾ കാരണം തൻ്റെ ഭക്തൻ്റെ വാക്ക് അങ്ങനെയാണ്. ഭക്തൻ്റെ വാക്കു സത്യമാക്കിയിടാൻ ഓടിയെത്തിടുമച്യുതൻ, ഇത്രയ്ക്കും ഭക്തവാത്സല്യം വേറെ ആരിലുണ്ടെൻ്റെ മാധവ. ആ ഭക്തൻ്റെ വാക്ക് വിട്ട് കളയില്ല. അപ്പം ആ ഭക്തൻ്റെ വാക്ക് സത്യമാക്കാനായിട്ടാണ് ആ ഭഗവാൻ ഇരിക്കണേപ്പത. കുറൂരമ്മ പറഞ്ഞ പിന്നെ അതിന് വേറെ ഇല്ല. കാരണം അതാണ് കുറൂരമ്മയും ഭഗവാനും തമ്മിൽ. ക്രൂരമ്മയുടെ ജീവിതത്തിൽ എന്തെല്ലാം ദുഃഖങ്ങളുണ്ടായി. നമുക്ക് ഒരിത്തിരി ദുഃഖം വരുമ്പോഴേക്കും നമ്മൾ വിചാരിക്കും നമ്മൾ എന്നും തേവരെ എത്ര കാലമായി ഞാനിവിടെ വന്ന് തൊഴുന്നു, എത്ര കാലമായി ഞാനിവിടെ പായസം കഴിപ്പിക്കുന്നു, എത്ര പുഷ്പാഞ്ജലി കഴിപ്പിച്ചു. ആ വിപ്രൻ ഇപ്പോൾ ഈ ബ്രാഹ്മണൻ്റെ കഥ പറയണില്ലേ, നമ്മൾ തന്നെയാണ് ബ്രാഹ്മണൻ. ഈ ബ്രാഹ്മണനെ പോലെയാണ് നമ്മൾ. ആദ്യമൊക്കെ നമ്മൾ പ്രാർത്ഥിക്കും, പിന്നെ ഭഗവാനെ വഴക്ക് പറയാൻ തുടങ്ങും അല്ലേ. എന്നിട്ട് നിനക്ക് ഇതിൻ്റെ പാൽപ്പായസം ഇല്ല, നമ്മൾ പാൽപ്പായസം കൊടുത്തില്ലെങ്കിൽ ആ യജ്ഞബുക്കായിട്ടുള്ള ഭഗവാൻ പഷ്ടി എടുക്കൂലോ. ആലോചിച്ച് നോക്കൂ, നമ്മുടെ ഒരു എത്ര അന്തമുണ്ട് നമുക്കൊക്കെ. അപ്പോൾ പാൽപ്പായസം ഇല്ല, ഒന്നുമില്ല, ഇനി വരണമില്ല എന്ന് പറഞ്ഞ് ഭഗവാനെയാണ് നമ്മൾ ആദ്യം ഉപേക്ഷിക്കുക. എന്നിട്ട് നേരെയാവണമില്ല. അപ്പോൾ അങ്ങനെ ആ വഴിപാട് കൊടുക്കണോ, പൂജ കൊടുക്കണോ, അത് കഴിക്കണോ, പ്രാർത്ഥിക്കണോ. പക്ഷേ കുറൂരമ്മയുടെ ജീവിതത്തിൽ ഓർമ്മ വച്ച നാൾ മുതൽ കുറൂരമ്മയ്ക്ക് കണ്ണൻ്റെ ചിത്രം കണ്ടാൽ, കണ്ണൻ്റെ ഒരു കൃഷ്ണാന്ന് ആരെങ്കിലും പറഞ്ഞാൽ കുറൂരമ്മയ്ക്ക് എത്ര കരയണ കുട്ടിയായാലും ചിരിച്ചിരിക്കും ഇത്ര കൃഷ്ണൻ എന്ന് കേട്ടാൽ. ഒന്നുമില്ല, കൃഷ്ണൻ്റെ ആ ചിത്രം വച്ചിരിക്കണ പൂജാമുറിയിൽ തേവാരപ്പുരയിൽ കൊണ്ടുവന്ന് ഇരുത്തിയാൽ എത്ര കരയണ കുട്ടിയായാലും. തേവാരപ്പുരയിൽ ആ കമിഴ്ന്ന് നീന്തി തുടങ്ങണ സമയത്ത് കുട്ടി കരയുമ്പോൾ തേവാരപ്പുരയിൽ കൊണ്ടുവന്ന് കിടത്തിയ കുട്ടി വേഗം കമിഴ്ന്നിട്ട് നീന്തിപ്പോയി ആദ്യം ആ ഭഗവാന്റെ ചിത്രത്തിനെ ചെന്ന് ഇങ്ങനെ തൊടും. അത് എന്നിട്ട് വല്ലാത്ത സന്തോഷത്തിൽ ശബ്ദം ഉണ്ടാക്കും കൊച്ചു കുട്ടികൾ. അത്രയും ആ കൃഷ്ണനോടൊരു ഇഷ്ടമായിരുന്നു. 4 വയസ്സായപ്പോൾ ഒരു സന്യാസി വന്നിട്ട് ചോദിച്ചു, മോൾക്ക് എന്ത് വേണം, എന്താ വേണ്ട ആഗ്രഹം എന്ന് ചോദിച്ചപ്പോൾ, എനിക്ക് എൻ്റെ ബാലഗോപാലനെ നേരിട്ട് കാണണമെന്ന് 4 വയസ്സുള്ള കുഞ്ഞ് പറഞ്ഞതാണ്, ഗുരുവായൂരപ്പനെ കാണണമെന്ന്. അപ്പോൾ ഗുരുവായൂരപ്പനെ കാണാൻ വേണ്ടിയിട്ട് ഒരു മന്ത്രം പറഞ്ഞു കൊടുത്തു. കോമളം കൂചയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരബ്രഹ്മ ഭാസതാം പുരതോ മമ
മനോഹരമായിട്ടുള്ള ആ മന്ത്രം ജപിച്ചുകൊണ്ട് എൻ്റെ മുന്നിലേക്ക് വരൂ. കോമളം കൂച്ചയൻ മനോഹരനായിട്ടുള്ള അതിസുന്ദരനായിട്ടുള്ള ഭഗവാൻ അതിസുന്ദരമായിട്ട് ആ ഉണക്കുടൽ വിളിച്ചുകൊണ്ട് ആ നിലനിറത്തിലുള്ള ആ പൊന്നുണ്ണിക്കണ്ണ, എൻ്റെ ബാലഗോപാല, ഒന്ന് വേദങ്ങൾക്കും ഋഷീശ്വരന്മാർക്കും എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റാത്ത ഭഗവാനെ എൻ്റെ മുമ്പിൽ ഒന്ന് വരൂ, ഒരു ഉണ്ണിയായിട്ട് ഒന്ന് വരൂ. ഒന്നെടുത്തോട്ടെ എന്നുണ്ണി പൈതലേ, ഒന്നെടുത്തോട്ടെ എന്നുണ്ണി പൈതലേ, ഉമ്മ വച്ചോട്ടെ ചേവടികളിൽ. കൊതിച്ചുകൊണ്ട് കാത്തിരുന്നു. 4 വയസ്സുള്ള ഒരു കുഞ്ഞ് അങ്ങനെ പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ആലോചിക്കാനും കൂടി വയ്യ. നമ്മളൊക്കെ നമ്മുടെ കുട്ടികൾ കുറച്ചു നേരം പൂജാമുറിയിലൊക്കെ ഇരുന്ന് നാമം ജപിക്കണണ്ട. ഇനിയിപ്പോൾ സന്യസിക്കാനാവും ഭാവം. മതി, അതൊക്കെ മതി, പൊക്കോളോ. TV എത്ര നേരം കണ്ടാലും കുഴപ്പമില്ല, മൊബൈൽ എത്ര നേരം നോക്കിയാലും കുഴപ്പമില്ല, ഇതിൽ നാമം ജപിക്കേ. അങ്ങനെ കഴിഞ്ഞാൽ ഇനി സന്യസിപ്പിക്കുക. എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്, എൻ്റെ മക്കളെ 2 സന്യസിപ്പിക്കാൻ പോവുകയാണോന്ന്, അവർ നാമം ജപിക്കണുണ്ടിട്ട്. അപ്പം ധാരാളം അനുഭവം കൊണ്ട് പറയാം. അപ്പം അങ്ങനെയാണ് നമ്മളുടെയൊക്കെ കാഴ്ചപ്പാട്. ആ കുഞ്ഞിന് 14ാമത്തെ വയസ്സിൽ 50 വയസ്സുള്ള ഒരു ആളാണ് വന്ന് വിവാഹം കഴിച്ചത്. അതോ അദ്ദേഹത്തിന് വിവാഹം കഴിക്കുന്ന ആഗ്രഹം ഉണ്ടായില്ല. അങ്ങനെ വിവാഹം കഴിച്ചു വന്നിട്ട് ആ വിരക്തനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് ഭാര്യ ഭർത്തൃ സുഖമൊന്നും അവരനുഭവിച്ചിട്ടേ ഇല്ല. അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ എല്ലാവരുടെയും കുത്തുവാക്കുകളൊക്കെ കേട്ട് ഈ ഭക്തി കൂടിയിട്ടാണ് ഈ ഗൗരി എന്നാണ് ക്രൂരമ്മയുടെ പേരുണ്ടായിരുന്നത്. ഭക്തി കൂടിയിട്ടാണ് ഭർത്താവിനെ അടുപ്പിക്കാത്തത് കൊണ്ടാണ് അതിൻ്റെ വഴക്ക് മുഴുവനും കേട്ടത് ക്രൂരമ്മയാണ്. അകാലത്തിൽ ഭർത്താവ് മരിച്ചു. അപ്പോഴും അതെ, അതിൻ്റെ ദുഃഖം. എല്ലാവരും ഒഴിഞ്ഞു പോയി, ഒറ്റയ്ക്കായി. എത്ര ദുഃഖം അനുഭവിച്ചിട്ടും ആ അമ്മയ്ക്ക് വേറെ അതൊന്നും അമ്മയെ ബാധിച്ചില്ല. കാണണവർക്കൊക്കെയാണ് ഉണ്ടായത്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, സുധാമാവിന് ദാരിദ്ര്യമാണെന്ന് പറഞ്ഞു. ദാരിദ്ര്യം എന്നുള്ളത് നമുക്കേ തോന്നണുള്ളൂ. അദ്ദേഹം പ്രശാന്താത്മാ ജിതേന്ദ്രിയ, സുഖമായിട്ട് അദ്ദേഹം സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പം അതുപോലെ ഭക്തന്മാർക്ക് ഇതൊന്നും ബാധകമല്ല. ഭക്തന്മാർക്ക് ആ ഭഗവാനിലുള്ള ആ അലിവ് അതിലും വലുതായിട്ടൊന്നുമില്ല. അങ്ങനെ കാത്തിരുന്ന് അവസാനം ആ ഭഗവാൻ കുറൂരമ്മയുടെ അടുത്തെത്തി. ഇന്നും ആ കുറൂരമ്പലത്തിലെ ആ ഭഗവാന്റെ നിത്യസാന്നിധ്യം ഉണ്ട്. കാരണം കുറൂരമ്മയ്ക്ക് വാക്ക് കൊടുത്തതാണ്, ഇവിടുന്ന് ഞാൻ എവിടെയും പോവില്ല എന്ന്. നമ്മളൊക്കെ കഴിഞ്ഞ ഒരു തവണ പോയിണ്ടായിരുന്നു കുറൂരമ്പലത്തിൽ. ഇത്തവണയും 29-ാം തീയതി പോകുന്നുണ്ട് കുറൂരമ്പലത്തേക്ക്. വരുന്നവർക്കൊക്കെ എൻ്റെ കൂടെ വരാം, അവിടെ പ്രഭാഷണം ഉണ്ടായാലും പോകുന്നുണ്ട്. അപ്പം അങ്ങനെ ആ കുറൂരമ്മ കാത്തിരുന്നു. അപ്പം നമ്മൾ അത്രയും ദുഃഖങ്ങൾ അനുഭവിച്ചിട്ട്, അപ്പോൾ ദുഃഖങ്ങൾ അനുഭവിച്ചാലും ദുഃഖങ്ങളൊന്നും ബാധിക്കാണ്ട് ഭഗവാന്റെ മനസ്സ് വെച്ചാൽ ഭഗവാനെ കിട്ടും. ഇവിടെയും വിപ്രന് കുറച്ച് കഴിഞ്ഞപ്പോൾ വിപ്രൻ നമ്മളെപ്പോലെയായി. 10,000-16,000 സ്ത്രീകൾ വിവാഹം കഴിച്ച് മക്കളും മക്കളുടെ മക്കളായിട്ട് നീ സന്തോഷമായിട്ടിരുന്നോ കൃഷ്ണ, നിന്നെ കൂടെ എന്താ കാര്യം? ആ കൃഷ്ണനെയൊക്കെ വഴക്ക് പറയണം കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് സങ്കടം വരും. അതുപോലെയാണ് അത്രയതെ. ആ അമ്മാമനെ കൊല ചെയ്ത നിനക്കിപ്പോൾ സമ്മാനിപ്പാനായി കൊണ്ടുവന്നേന ശവം കൊണ്ടുവന്നിട്ട് നീ അമ്മാമനെ കൊന്നതല്ലേ, പിന്നെ നിനക്കിപ്പോൾ എന്താ ഈ ശവം കണ്ട് അതേ കിടക്കുന്നു, നിനക്ക് സമ്മാനമായിട്ട് കൊണ്ടുവന്നതാണ്. ദുഷ്ടാമിഴിച്ചു മരിച്ചു കിടക്കുന്നു, ദുഷ്ടീമിഴിച്ചു മരിച്ചു കിടക്കുന്നു, ദുഷ്ടാ നീ ബാലനെ കണ്ടുകൊള്ളുക എന്നൊക്കെ പറഞ്ഞ് ചീത്ത പറയാ. കൊഞ്ചുവാൻ നിന്നെ എടുത്തോരു പെണ്ണിനെ വഞ്ചിച്ചു കൊന്നീലേ ഗോവിന്ദ നീ. പൂതനാവധം പറയണു. ആ നിന്നെ എടുത്ത് കൊഞ്ചിച്ച് ഉമ്മ വച്ചിട്ട് അമ്മയെ പോലെ മാറോടി, അതിനെ നീ കൊന്നില്ലേ എന്നെല്ലാം ചോദിച്ചുകൊണ്ട് ചീത്ത പറയാൻ വെച്ചാൽ അത് ചെയ്യാം, നിന്ദാസ്തുതി എന്ന് പറയും. ഭഗവാന്റെ ഓരോന്നും എടുത്ത് പറഞ്ഞിട്ട് ഞാൻ ഇനിയും നിന്റെ മുമ്പിൽ ഇങ്ങനെ വെച്ചാൽ ഞാൻ പ്രാണൻ കളയും എന്നൊക്കെ പറഞ്ഞ് വളരെയധികം നിന്ദിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ 5-8 കുട്ടികൾ മരിച്ചു. ആ സമയത്ത് 9ാമത്തെ കുട്ടി മരിച്ച സമയത്ത് അതിന് കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ ഭഗവാന്റെ ഇപ്പം തന്നെ നമ്മൾ പാരായണം ചെയ്തപ്പോൾ കേട്ടു, അതായത് വീരനിൽ ഞാൻ അർജുനനാണെന്ന്. അപ്പോൾ ആ അർജുനൻ്റെ അഹങ്കാരത്തിനെ ഇല്ലാണ്ടാക്കാൻ എന്നൊക്കെ മഹാത്മാക്കൾ പറയും. പക്ഷേ അർജുനനായിട്ട് അഭിനയിക്കുന്ന ഭഗവാൻ തന്നെയാണ്. വീരനിൽ ഞാൻ അർജുനനാണെന്ന് പറഞ്ഞാൽ അർജുനനും ഭഗവാനും വേറെയല്ല.
പിന്നെ എന്താ ഇതെന്ന് വെച്ചാൽ നമുക്ക് കാണിച്ചു തരികയാണ് അഹങ്കാരം വന്നാൽ എന്തുണ്ടാവും. അഹങ്കാരം കൊണ്ട് നഷ്ടപ്പെടുന്നൊക്കെ അർജുനനും ഭഗവാനും രണ്ടല്ല ഒന്ന് തന്നെയാണ്, നരനാരായണന്മാർ തന്നെയാന്ന് പറയും. അപ്പോൾ അതാ ആ അർജുനൻ വന്നു ഭഗവാന്റെ കൂടെ താമസിക്കുന്ന കാലത്ത്. അപ്പോഴാണ് അപ്പോൾ ഭഗവാന്റെ അടുത്ത് വന്നു. അപ്പോൾ നീ കുറച്ച് ദിവസം ഭഗവാൻ നല്ല സ്നേഹത്തോടു കൂടി വിളിച്ചു, അർജുന എത്ര കാലമായി കൂട്ടുകാരെ കണ്ടിട്ട്, അപ്പം അതുകൊണ്ട് ഇവിടെ നിന്നോ കുറച്ച് കാലം എൻ്റെ കൂടെ താമസിച്ചിട്ട് പോകാം, എത്ര കാലം നമ്മൾ ഒരുമിച്ച് കഴിഞ്ഞതാണ് എന്നെല്ലാം പറഞ്ഞ് ആ അർജുനനെ ആ ദ്വാരകയിൽ താമസിപ്പിക്കുന്ന സമയത്താണ് 9ാമത്തെ ഉണ്ണി മരിച്ചിട്ട് ആ ഉണ്ണിയെ കൊണ്ടുവരിക. അപ്പോഴും അപ്പോൾ ഇത്രയും ഓരോ തവണ ചെല്ലും തോറും ആ ബ്രാഹ്മണൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകളുടെ ദുഃഖത്തിൻ്റെ തീവ്രതയിൽ സഹിക്കാൻ പറ്റില്ല കേൾക്കണവർക്ക്. അതുപോലെ ചീത്ത പറയാണ്, കണ്ണനെ ചീത്ത പറയാണ്. ഇതുപോലെ ഇവിടെ സുഖമായിട്ട് ഇരിക്കണോ, എല്ലാം സന്തോഷമായിട്ട് ഇരിക്കണോ, നിങ്ങൾക്കിപ്പോൾ എൻ്റെ കുട്ടി മരിച്ചാലെന്താ, ഇങ്ങനെയുള്ള ആൾക്കാർ രാജ്യം ഭരിക്കരുത്, അവരെ അങ്ങനെയുള്ളവരൊക്കെ ആ രാജ്യത്തിൽ നിന്ന് ഓടിപ്പിക്കുക വേണ്ടത്, ഈ ദുഷ്ടനെ ഇവിടുന്ന് പറഞ്ഞേക്കാൻ ആരുമില്ലേ എന്നൊക്കെ ചോദിച്ച് വളരെയധികം നിന്ദിക്കണം. കണ്ടപ്പോൾ അർജുനന് സഹിച്ചില്ല. ആരെ പറയണേ? ശ്രീകൃഷ്ണ ഭഗവാനല്ലേ പറയണേ. അപ്പം അർജുനൻ വേഗം പറഞ്ഞു, മതി മതി നിർത്തു, എന്താ കാര്യം എന്ന് ചോദിച്ചു. ഇനി നിങ്ങളോട് ഞാൻ വേറെ പറയണോ അതുവരെ ഉണ്ടായതൊക്കെ എന്ന് പറഞ്ഞു. ഇതുണ്ടല്ലോ എൻ്റെ 9ാമത്തെ പുത്രനാണ്, ഒന്നെടുത്ത് ഉമ്മ വയ്ക്കാൻ പോലും സാധിക്കണേക്കാളും മുമ്പ് പ്രസവിച്ച് വീണുടനെ കരയും, അപ്പം തന്നെ വീണ് മരിക്കും. അങ്ങനെ 9ാമത്തെ കുഞ്ഞിനെയാണ് എനിക്കിപ്പോൾ നഷ്ടമായത്. ഇതൊക്കെ ഞാൻ ആരോടാ ചെന്ന് പറയുക? ഇവിടെ വന്ന് കൃഷ്ണനോട് പറയുമ്പോൾ കേട്ട ഭാവമില്ല. ഇരിപ്പം എൻ്റെ മുഖത്തേക്ക് നോക്ക്, ആ കുഞ്ഞിനെ ഒന്ന് നോക്കും കൂടി ചെയ്യണില്ല, അത്രയും എന്നെ അവഗണിക്കല്ലേ എന്ന് പറഞ്ഞു. അത് പറഞ്ഞപ്പോഴാണ് നമ്മൾ ആ തലവേദനക്കാരൻ്റെ കഥ ഇത് പറഞ്ഞപ്പോഴാണ് പറഞ്ഞത്. ഇത് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കർമ്മപ്രാരാബ്ധമാണ്. അപ്പോൾ വില്യമംഗലം സ്വാമിയാർക്ക് തലവേദന ഉണ്ടാവാൻ കാരണം കുറൂരമ്മയുടെ കയ്യിൽ നിന്ന് ആ തലവേദന മാറി എന്ന്. അപ്പോൾ കൃഷ്ണൻ ഒരു ചിരിച്ചു. ഒരു ജന്മം കൊണ്ട് തീർക്കാമെന്ന് ഞാൻ വിചാരിച്ചു, നീ അത് 2 ജന്മാക്കി തീർത്തു അല്ലേ എന്ന് ചോദിച്ചു. കാരണം ആ പ്രാരാബ്ധങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ പൂർവ്വജന്മത്തിൽ നമ്മൾ ചെയ്ത കർമ്മത്തിൻ്റെ അറിഞ്ഞും അറിയാണ്ടും ചെയ്ത കർമ്മങ്ങളുടെ പ്രാരാബ്ധങ്ങളാണ് ദുഃഖങ്ങളായിട്ടും ദുരിതങ്ങളായിട്ടും ദാരിദ്ര്യമായിട്ടും അപകടമൊക്കെയായിട്ട് നമുക്ക് വന്നു ചേർന്നത്. അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് ഈശ്വരനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വരേച്ഛയോട് കൂടിയിട്ട് നാമം ജപിച്ചുകൊണ്ടൊക്കെ ഇരുന്നാൽ ഇനി നമുക്ക് കർമ്മപ്രാരാബ്ധം ഇല്ലാണ്ട് കഴിച്ചുവിട്ട് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ഭഗവാന് സമർപ്പിച്ചുകൊണ്ടെല്ലാം ഭഗവാന് സമർപ്പിക്കുക. ഏതേത് ചെയ്യാനും ഞാൻ ചെയ്യണോ, ഞാൻ പറയണോ, ഞാനാണ് ഇതിൻ്റെയൊക്കെ എന്നുള്ള ആ അഹം ഉപേക്ഷിച്ചിട്ട് ഭഗവാന്റെ പാദത്തിൽ സമർപ്പിച്ച് ചെയ്താൽ ആ കർമ്മപ്രാരാബ്ധങ്ങൾ ഇനി ഇല്ലാണ്ടാവും. ഇതുവരെ ഉള്ളതൊക്കെ നശിക്കാൻ നാമം ജപിക്കുക, അതുപോലെ അനുഭവിച്ച് തീർക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ അവിടെ വില്യമംഗലം സ്വാമിയാർ പിന്നെ ഒരു തുളസിച്ചെടിയായിട്ട് ആ ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തിൻ്റെ അടുത്തുള്ള ആ ഓവിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു എന്നാണ് പറയണത്. പിന്നീട് ഒരിക്കൽ എവിടുന്നും തുളസിപ്പൂ കിട്ടാണ്ടായപ്പോൾ ആ തുളസിയിൽ നിന്നുള്ള പൂക്കളൊക്കെ പറിച്ച് ഭഗവാന് മാലാചാർത്തിയോട് കൂടിയിട്ട് ഭഗവാനിൽ അലിഞ്ഞു ചേർന്നു എന്നൊക്കെ മഹാത്മാക്കളെ അനുസ്മരിച്ച് കേൾക്കുന്നുണ്ട്. അതുപോലെ ഈ ബ്രാഹ്മണൻ്റെ കർമ്മപ്രാരാബ്ധം തീരാത്തത് കൊണ്ടാണ് അനുഭവിക്കുമ്പോൾ നമ്മളെക്കാളും കൂടുതൽ സങ്കടപ്പെട്ട കണ്ണനാണ്. നമ്മൾ കരയുമ്പോൾ ഭഗവാന്റെ മുമ്പിലിരുന്ന് ദുഃഖം കൊണ്ട് കരയുമ്പോൾ നമ്മുടെ കണ്ണുനീര് വീണിട്ട് ഭഗവാന്റെ കാല് പൊള്ളും. സത്യമായിട്ടും ഭഗവാൻ അനുഭവത്തിലൂടെ പറഞ്ഞു തന്നതാണ്. കണ്ണുനീര് വീണാൽ, ദുഃഖത്തിൻ്റെ കണ്ണുനീര് വീണാൽ കാല് പൊള്ളും. അതേസമയം നമ്മൾക്ക് ആനന്ദം കൊണ്ട് ആ ഈശ്വര പ്രേമം കൊണ്ടുള്ള കണ്ണുനീരാണെങ്കിൽ ആ ഭഗവാന്റെ ആ കണ്ണുനീര് പാദം കഴുകാനുള്ളതാണ്. ആ കണ്ണുനീരാണ് വരേണ്ടത്. ഇന്നലെ ഒരു കുട്ടിയോട് പാടിയില്ലേ, കണ്ണേ ഈ കണ്ണുനീരല്ല വേണ്ടേ, നീ ആവശ്യമില്ലാത്ത പലതിനു വേണ്ടി കരയുണ്ട്. അങ്ങനെ കരയണ സമയത്ത് കണ്ണൻ നിന്റെ മുമ്പിൽ വന്ന് നിന്നാലും നിനക്ക് എങ്ങനെ കാണാൻ സാധിക്കും? ആ കണ്ണുനീര് മറക്കുകയല്ലേ ചെയ്യണേ. അതുകൊണ്ട് കരയരുതേ കണ്ണേ. കണ്ണൻ വരണ കാത്തിരിക്കൂ. കണ്ണൻ വരുമ്പോൾ ആനന്ദത്തോടു കൂടി കരയൂ. അപ്പോൾ ആനന്ദ കണ്ണുനീര് കൊണ്ട് കാല് കഴുകിക്കാം ഭഗവാന് എന്നാ പറയണേ. അപ്പം അതുപോലെ ഭഗവാൻ എന്താ ഈ ഓരോന്നുണ്ടെങ്കിലും ഭഗവാന്റെ ഉള്ളിൽ പെടയുണ്ട്. ഭഗവാൻ അറിയാം ഇയാൾ ചെയ്ത കർമ്മ, പിന്നെ അതിൻ്റെയൊക്കെ അനുഗ്രഹം എങ്ങനെയാണ്. കാരണം ഭഗവാൻ ഒരു കാര്യം ചെയ്യുമ്പോൾ
ആ ഒരാൾക്ക് വേണ്ടി മാത്രമല്ല. ഭഗവാൻ ഇപ്പോൾ കൃഷ്ണാവതാരം ഉണ്ടായപ്പോൾ പലരും പറയും യശോദാമ്മയുടെ പ്രാർത്ഥന കൊണ്ടാണ്, യശോദാമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ജനിച്ചത്, ദേവകിക്കും വസുദേവർക്കും വേണ്ടിയിട്ടാണ് ജനിച്ചത്, ഗോപികമാർക്ക് വേണ്ടിയിട്ടാണ് ജനിച്ചത്. ഇതൊന്നുമല്ല, ഭൂമിയുടെ ഭാരം തീർക്കാനാണ്, അതൊന്നുമല്ല. രാക്ഷസന്മാരെ വധിക്കാനാണ്, ദേവന്മാരെ രക്ഷിക്കാനാണ്, പലതും പറയും. പക്ഷെ ഓരോരുത്തർക്കും അനുഭവമാണ്, എനിക്ക് വേണ്ടിയിട്ടാ എന്നുള്ളത് ഓരോരുത്തർക്കും അനുഭവമാവും. അതുപോലെയാണ് ഈശ്വരാനുഭവം ഓരോരുത്തർക്കും അവനവന് സ്വന്തമായിട്ടാണ്. അത് തന്നെയല്ലേ ഗോപികമാരനുഭവിച്ച രാസക്രീഡയിൽ അനുഭവിച്ചത് അത് തന്നെയാണ്. ഓരോ ഗോപികമാർക്കും എന്താ മനസ്സിലായത്? പുറമേയുള്ള കൃഷ്ണനെ നോക്കി 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 നടന്നിട്ട് ഭഗവാൻ ബോധിപ്പിച്ചു, നിങ്ങളുടെയൊക്കെ ഉള്ളിൽ ആത്മാവായിട്ടിരിക്കുന്നത് ഞാനാണ്. അത് നിങ്ങൾ പാടിയില്ലേ, അഖില ദേഹിനാം അന്തരാത്മദൃന്ന് പാടിയപ്പോൾ ഭഗവാൻ പറഞ്ഞു, സത്യമാണ്, ഈ സത്യം ബോധിപ്പിക്കാനാണ് ഞാൻ മാറി നിന്നത്. കാരണം കുറച്ച് കഴിഞ്ഞാൽ ഈ ദേഹം ഇവിടുന്ന് വെടിഞ്ഞ് എനിക്ക് മധുരയ്ക്ക് പോകണം. അപ്പോൾ ഈ സത്യം ബോധിച്ചില്ലെങ്കിൽ നിങ്ങളൊക്കെ ആകെ തളർന്ന് നിങ്ങളുടെ ജന്മം വെറുതെ പാഴായി പോകും. അപ്പോൾ ആ സത്യത്തെ ബോധിപ്പിക്കാനാണ്. അങ്ങനെ ആ സത്യം ബോധിപ്പിച്ചപ്പോൾ ഓരോരുത്തരുടെ ഉള്ളിലെ ഓരോരുത്തർക്കല്ലേ, ഓരോരോ ഗോപിക്കും കൃഷ്ണനുണ്ടായി, ഓരോ ഗോപിയുടെ ഇടയിൽ ഓരോ കൃഷ്ണൻ. അങ്ങനെയാണ് രാസക്രീഡ പറയുന്നത്. നമ്മൾ കാണുന്ന പോലെയുള്ള രാസക്രീഡയല്ല. ഓരോ ഗോപികമാരും അവരുടെ ഉള്ളിൽ ആത്മാവായിട്ടിരിക്കണ ആ ഭഗവാനെ അനുഭവിച്ചു. അതാണ് രാസക്രീഡ. നമുക്ക് എല്ലാവർക്കും സ്വന്തമാണ് നമ്മുടെ കൃഷ്ണൻ. എൻ്റെ കൃഷ്ണൻ എനിക്ക് സ്വന്തം, നിങ്ങളുടെ കൃഷ്ണൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്വന്തം. കാരണം നമ്മുടെ ഉള്ളിൽ ആത്മാവായിട്ടിരിക്കണം, ആ ഭഗവാനെ അനുഭവിക്കണം, ആത്മാനന്ദം അനുഭവിക്കണം. അതാണ് കൃഷ്ണാനുഭവം. പുറമേയുള്ള അനുഭവങ്ങളൊക്കെ നമുക്ക് ദുഃഖം മാത്രമേ തരുള്ളൂ. സുഖാന്ന് തോന്നണതൊക്കെ നാളെ ദുഃഖം, ഇന്ന് സുഖാന്ന് തോന്നണതൊക്കെ നാളെ ദുഃഖമായിട്ട് തീരും. അത് സുഖമായിട്ട് വേണമെങ്കിൽ നമ്മുടെ ആത്മാനുഭവം മാത്രമാണ് നമുക്ക് ആനന്ദത്തെ തരുന്നത്. അപ്പം അതുകൊണ്ട് ആ കർമ്മപ്രാരാബ്ധങ്ങളൊക്കെ അനുഭവിക്കുമ്പോൾ ഓർക്കുക, ഭഗവാന്റെ അനുഗ്രഹമാണ്. അനുഗ്രഹിച്ച് നമ്മളിതാ ചെയ്ത കർമ്മങ്ങളെയൊക്കെ തീർക്കുകയാണ് അല്ലേ. കുട്ടികളോട് നമ്മൾ പറയും, ഇവിടെ വന്ന് നിൽക്കുമ്പോൾ കുട്ടികൾ ഓടിക്കൽ വിളക്ക് തൊടരുത്, കൈ പൊള്ളും എന്ന് പറഞ്ഞാലും പിന്നെ അവരത് കേൾക്കാണ്ട് ചെന്നാൽ വിളക്കിൽ പിടിച്ചാൽ പൊള്ളിക്കഴിഞ്ഞാൽ ഇപ്പോൾ പറയാം, അമ്മ ശപിച്ചിട്ടാ കൈ പൊള്ളിയിട്ട് കാര്യമുണ്ടോ? അതല്ല, അത് വിളക്കിൻ്റെ സ്വഭാവം, തീയിൻ്റെ സ്വഭാവം പൊള്ളിക്കലാണ്. അത് പൊള്ളിക്കഴിഞ്ഞാൽ പിന്നെ അത് ഉണങ്ങണ വരെ എത്ര കുട്ടികൾക്ക് അറിയുമല്ലേ, നമ്മുടെ മുമ്പിൽ നോക്കിയിട്ട് അമ്മയെ വേദന എടുക്കണു എന്ന് പറഞ്ഞാൽ പൊള്ളലിൻ്റെ കഴിയണവരെ കരയും. പക്ഷെ എന്ത് ചെയ്യാൻ സാധിക്കും? അമ്മയുടെ നെഞ്ഞും പെടയുന്നുണ്ടാവും. പക്ഷെ സാരില്ലാട്ടോ, ഉണങ്ങൂട്ടോ എന്നൊക്കെ പറയാമെന്നല്ലാണ്ട് ഒന്നിനും സാധിക്കില്ല. അത് ഉണങ്ങാണ്ട് വേദന മാറുമോ? അതുപോലെയാണ് നമ്മൾ ചെയ്ത കർമ്മത്തിൻ്റെ പ്രാരാബ്ധങ്ങളാണ് ദുഃഖങ്ങളും ദുരിതങ്ങളുമായിട്ട് വരുന്നത്. അത് തിരിച്ചറിയുമ്പോൾ നമുക്ക് ദുഃഖങ്ങളും ദുരിതങ്ങളും അല്ലാണ്ട് മാറും. അതല്ല, അത് മനസ്സിലാവുമ്പോൾ നമുക്ക് അത്ര പ്രയാസം തോന്നില്ല. എത്രയോ പേര് നമ്മുടെ നാമജപത്തിൽ വന്നിട്ട് എത്രയോ പേർക്ക് അത് അനുഭവമുണ്ട്. നാമം ജപിച്ച് ഭഗവാനോട് അടുത്തപ്പോൾ പണ്ടത്തെ പോലെ ഇനിയൊക്കെയാണ്, ദുഃഖങ്ങളുണ്ട്, ദുരിതങ്ങളുണ്ട്. ഭർത്താവ് മദ്യപാനിയായിട്ട് നമ്മുടെ അടുത്ത് വന്ന അമ്മയെ നമുക്കറിയാമല്ലേ, ഭർത്താവ് മദ്യപാനിയായിട്ട് വന്നിട്ട് എന്നും വഴക്കും വക്കാണായിരുന്നു, അത്രയും ദുഃഖമുണ്ട്. മദ്യപാനം മാറിയിട്ടില്ലെങ്കിലും എനിക്കിപ്പോൾ അതൊന്നും ബാധിക്കാണ്ടായി എന്ന് പറഞ്ഞു. കുറേ സമയം അത് ബാധിക്കാണ്ടായിട്ട് അവരത് ശ്രദ്ധിക്കാണ്ടായപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ പ്രകടനങ്ങളൊക്കെ കുറഞ്ഞു വന്നു. പിന്നെ നാമം ജപിക്കണോർത്തും ഇതൊക്കെ കേൾക്കണോർത്ത് ചെന്നിരുന്നു. അങ്ങനെ കുറേശ്ശെയായിട്ട് അതില്ലാണ്ടായി മാറി. കാരണം എന്താ വെച്ചാൽ അവരതിൽ ഉറച്ചു നിന്നു. നാമജപത്തിൽ അവരവരുടെ അനുഭവം നമ്മുടെ മുമ്പിൽ വന്ന് ഇവിടെ ഇരുന്ന് പറഞ്ഞു. അപ്പോൾ അത്രയും അതുപോലെ ഓരോ അനുഭവങ്ങളുണ്ട്. ഇവിടെയുള്ള പലർക്കും അതേപോലെ അനുഭവങ്ങളുണ്ട്. ആ അനുഭവങ്ങൾ നാമജപത്തിൻ്റെ ആ ഒരു മഹത്വമാണത്. നമ്മൾ ഭഗവാനെ അനുഭവിച്ചറിയണം. അപ്പോൾ ദുഃഖങ്ങളും പ്രാരാബ്ധങ്ങളും ഇതൊക്കെയാണ് ഇതിലൂടെ പറഞ്ഞു തരണത്. ഈ കഥകളിലൂടെ നമ്മൾ വെറുതെ കഥ കേട്ടിട്ട് മാത്രം കാര്യമില്ല. കഥ പറഞ്ഞ് കുറേയൊക്കെ അറിയാൻ തോന്നും നമുക്ക് അതിലോട്, അത് ഒരു തന്മയീഭാവം വരുമ്പോൾ. പക്ഷെ അങ്ങനെ കരഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇതിൻ്റെ ഒരു സത്യം, ഇതിൻ്റെ ഒരു സത്ത മനസ്സിലാക്കണ്ടേ. അപ്പം അവരിതാ ആ കുട്ടിയെ കരയണണ്ടപ്പോൾ അർജുനൻ പറഞ്ഞു, ഇനി ഒരു കുട്ടി ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ രക്ഷിക്കാം, ഉറപ്പ്, സത്യം ചെയ്തു. അപ്പോൾ ഈ ബ്രാഹ്മണൻ ഉറക്ക ചിരിച്ചു. നീ ആരാ രക്ഷിക്കാൻ? കൃഷ്ണന് പറ്റാത്ത കാര്യമാണോ നിനക്ക് പറ്റണേ എന്ന് ചോദിച്ചു. അപ്പോൾ വേഗം
അർജുനൻ്റെ അഹങ്കാരം ഉയർന്നു. ഞാൻ എന്നെ കേട്ടിട്ടില്ലേ, ഞാൻ ആരാന്ന്? ഞാനേ വില്ലാളി വീരനായിട്ടുള്ള അർജുനനാണ്. നിങ്ങൾ അർജുനനൊന്നും കേട്ടിട്ടില്ലേ? വില്ലാളി വീരനാണ്. എൻ്റെ കഥ അറിയില്ലേ? ഞാൻ ആ ശിവനെ നിങ്ങൾക്കറിയോ? മഹാദേവനെ. ആ മഹാദേവനെ ഞാൻ എൻ്റെ ആ വില്ല് കൊണ്ട് നിറന്തലയ്ക്ക് അടിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ ഓരോ വീരസ്യങ്ങൾ പറയണു. അതുപോലെ ഞാൻ എന്താ വില്ലാളി വീരനായിട്ടുള്ള അർജുനനാണ്. ഞാൻ കൃഷ്ണനല്ല, ബലരാമനല്ല, പ്രദ്യുമ്നനല്ല, അനിരുദ്ധനല്ല, ഞാൻ അർജുനനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ രക്ഷിക്കാമെന്ന് പറഞ്ഞു. അതൊന്നും കേട്ടിട്ട് ആ ബ്രാഹ്മണന് ബോധ്യമായില്ല. പറഞ്ഞു നിന്നെ കൊണ്ടൊന്നും സാധിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഞാനിതാ സത്യം ചെയ്യും. കൃഷ്ണൻ്റെ സഹോദരി സുഭദ്രയുടെ ഭർത്താവായ വില്ലാളി വീരനായിട്ടുള്ള ഈ അർജുനൻ ഇതാ സത്യം ചെയ്യണു. ഇതാ ഈ കുഞ്ഞിനെ രക്ഷിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഞാനിതാ എൻ്റെ അമ്പും വില്ലൊക്കെ എടുത്തിട്ട് അഗ്നിയിൽ ചാടി മരിച്ചോളാം, സത്യം ചെയ്യണു എന്നതാ സത്യം ചെയ്യാം. അത് കേട്ടപ്പോൾ ബ്രാഹ്മണന് സന്തോഷമായി. ആ സത്യം കേട്ടപ്പോൾ മരിക്കൂലോ എന്ന് വിചാരിച്ചിട്ടല്ല കേട്ടോ, അത് കേട്ടപ്പോൾ സത്യം വേഗം സന്തോഷത്തോടു കൂടി മടങ്ങി. അവിടെ ചെന്നിട്ട് ബ്രാഹ്മണ പത്നിയോട് പറഞ്ഞു അടുത്ത കുഞ്ഞിനെ എന്തായാലും നമുക്ക് ജീവനോട് കൂടി കിട്ടും, ഉറപ്പാണ്. ഇനിയൊരു കുഞ്ഞുണ്ടാവുകയാണെങ്കിൽ നമുക്കതിനെ ആയുസോട് കൂടി കിട്ടും. അപ്പോൾ പത്നി ചോദിച്ചു ഇത്ര കാലം ഇല്ലാത്ത സന്തോഷവും സമാധാനവും എങ്ങനെ കിട്ടി? കൃഷ്ണൻ എന്താ പറഞ്ഞേ? കൃഷ്ണനൊന്നും പറഞ്ഞില്ല. അപ്പോൾ ബ്രാഹ്മണ പത്നിയുടെ മുഖം മങ്ങി. കൃഷ്ണനൊന്നും പറയില്ലെങ്കിൽ പിന്നെന്താ കാര്യം? കൃഷ്ണനല്ല പറഞ്ഞത്, അർജുനനാണ്. അപ്പോൾ കൃഷ്ണനെ കൊണ്ട് പറ്റാത്ത കാര്യമാണോ അർജുനനോട് സാധിക്കണേന്ന് പറഞ്ഞു. അതല്ല, അതെന്താണെന്നറിയോ? കൃഷ്ണ സഹോദരിയായ സുഭദ്രയുടെ ഭർത്താവായിട്ടുള്ള അർജുനനാണ്. അപ്പോൾ തൻ്റെ സഹോദരിക്ക് വൈധവ്യം വരുന്നത് കൃഷ്ണൻ സഹിക്കില്ല. അപ്പോൾ കൃഷ്ണൻ തന്നെ രക്ഷിക്കും നമ്മളെ എന്നുള്ള ആ കൃഷ്ണനിലാണ് ഉറപ്പുള്ളത്. നമ്മളൊക്കെ എങ്ങനെയാണ് ഓരോരുത്തരുടെ വാക്ക് കേട്ട് അവരുടെ പിന്നാലെ പോകും, കൃഷ്ണനെ ഉപേക്ഷിച്ചത് അങ്ങനെയല്ല. ആ കൃഷ്ണനിലാണ്. അവർക്ക് എന്ത് ദുഃഖം വന്നാലും ആ കൃഷ്ണനോട് ചെന്ന് എത്ര എന്തായാലും ആ കൃഷ്ണനോട് തന്നെയാണ് ദുഃഖം പറഞ്ഞത്. ഇപ്പോൾ വേറൊരാൾ രക്ഷിക്കാം, ഞാൻ അവരൊന്നുമല്ല, അവരെ പോലെയൊന്നുമല്ല, ഞാൻ രക്ഷിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ എന്നാ ശരി എന്ന് പറഞ്ഞ് വേണമെങ്കിൽ കൃഷ്ണനെ കുറേ കൂടി വെല്ലുവിളിച്ച് പോകും. പക്ഷേ അവർക്ക് ഉറപ്പുണ്ട് കൃഷ്ണൻ മാത്രമേ രക്ഷിക്കാനുള്ളൂ. ദുഃഖത്തിൻ്റെ തീവ്രത കൊണ്ടാണ് ഇതൊക്കെ പറയണത്. ഇത് കർമ്മപ്രാരാബ്ധമാണെന്ന് ഉറപ്പുണ്ട്. പക്ഷേ ആരോടാ പറയുകയല്ലാണ്ട് നമുക്ക് സങ്കടം വന്നാൽ തേവരോടല്ലാണ്ട് ആരോട് പറയും? അപ്പം നമ്മളെല്ലാം ആ തേവരോട് തന്നെയാണ് പറയുക. അങ്ങനെ ആ സമയത്ത് ഇതൊക്കെ കഴിഞ്ഞു. 10ാമത് ഗർഭമുണ്ടായി. അപ്പോൾ വേഗം ബ്രാഹ്മണൻ വന്ന് അറിയിച്ചു 10ാമത് ഗർഭമുണ്ടായി. ശരി, അങ്ങനെ ആവട്ടെ, ഗർഭം പൂർണ്ണമാവണ സമയത്ത് വന്ന് അറിയിച്ചുള്ളൂ, ഞാനത് കഴിഞ്ഞിട്ടേ പോകണുള്ളൂ, ഞാൻ തിരിച്ചു പോകണില്ല, ഇവിടെ ദ്വാരകയിൽ തന്നെയുണ്ട്, ആ കുഞ്ഞിനെ രക്ഷിച്ചിട്ടേ പോകണുള്ളൂ എന്ന് പറഞ്ഞ് ദ്വാരകയിൽ താമസമായി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ ബ്രാഹ്മണ പത്നിക്ക് പ്രസവം അടുത്തു എന്ന് അറിഞ്ഞപ്പോൾ അർജുനൻ ആള് വന്നു. അപ്പം അർജുനൻ വേഗം ആ മഹാദേവനെ പ്രാർത്ഥിച്ച് പൂജാമുറിയിൽ പോയി മഹാദേവനെയാണ് പ്രാർത്ഥിക്കുന്നത്. മഹാദേവനെ പ്രാർത്ഥിച്ച് ആ ധ്യാനത്തിൽ ആ മനോഹരമായിട്ടുള്ള മഹാദേവൻ്റെ അടുംബസ്തിജാലം ഗിരിസുതയൊഴുകും വെള്ളമേറെ പ്രകാശം തേടും തീക്കട്ട തിങ്കൾ കല കഠിനതരംകും തുമ്പചാരം കുഠാരം. ആ മനോഹരമായിട്ടുള്ള രൂപം ആ മനസ്സിലിങ്ങനെ തെളിഞ്ഞു വന്നു. ചന്ദ്രകാമ്പിളിക്കളിയൊക്കെ ജോലിയിട്ട് വേഗം നമസ്കരിച്ചിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ കൃഷ്ണൻ അവിടെ ഇരിക്കുന്നുണ്ട്. അല്ല അർജുന, ഇപ്പോൾ എവിടേക്കാണ് പോണേ? ഞാനൊന്നൊരു ആവശ്യമുണ്ട്, പോയിട്ട് വരാം. ഇപ്പം എങ്ങനെയാണ് പോണേ? തന്നെ പൊക്കോളാം. വില്ലും ഷെറൊക്കെയാണ്, എന്താ യുദ്ധത്തിന് പോവാണ്. ഇതൊരു ചെറിയ കാര്യമാണ്, ഞാൻ വരണോ? തേര് തെളിക്കാൻ എന്തിനെങ്കിലും? അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇത് എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ. എന്നാൽ ശരി, പോയിട്ട് വന്നോളാൻ പറഞ്ഞു. പോയി. അർജുനൻ അവിടെ ചെന്നു. ആദ്യം തന്നെ വലിയ ഒരു പ്രസവത്തിന് വേണ്ടിയിട്ട് വലിയൊരു ആ പ്രസവ അറയുണ്ടാക്കിയത് ശരം കൊണ്ട്. യമന് പോലും കടക്കാൻ പറ്റാത്ത അത്രയ്ക്കുള്ള ശരം കൊണ്ട് ഒരു കൂടാരം ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ ആ പത്നിയും ആ പ്രസവത്തിന് വേണ്ടവരെയൊക്കെ ആക്കിയ അത് പൂർണ്ണമായിട്ട് അടച്ചു. ഇനി ഒരാൾക്കും അകത്തേക്കും പുറത്തേക്കും കടക്കാൻ പറ്റാത്ത രീതിയിൽ അത് അടച്ചു. ആ പ്രസവം കഴിയണവരതാ അവിടെ വില്ല് കൊലച്ചുകൊണ്ട് കാത്തിരുന്നു, ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടോ നോക്കിയിട്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എല്ലാവരും അപ്പോഴും അവിടെ
പ്രാർത്ഥനയും നാമം നടക്കണ്ടേ. അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ. കൃഷ്ണനെ എന്തിനപ്പോൾ അച്യുതാനന്ദ ഗോവിന്ദ എന്ന് ജപിക്കണേ? കൃഷ്ണനല്ലല്ലോ, അർജുനനല്ലേ. പക്ഷേ ആ നാമറിയാതെ ഈ നാവിൽ വന്നാൽ പിന്നെ വിട്ടുപിരിയാത്ത നാരായണ. നമ്മൾ അറിയാണ്ട് നമ്മുടെ നാവിൽ വന്നാൽ പിന്നെ നമ്മളത് വെറുതെ പലതൊക്കെ ആലോചിച്ചിട്ടല്ല, ആ പ്രേമത്തോടു കൂടി ജപിച്ച് 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 നമ്മളറിയാണ്ട് നമ്മുടെ ഹൃദയത്തിൽ തട്ടിയിട്ട് ഒരു വിളി വിളിച്ചാൽ പിന്നെ ആ നാമം നമ്മുടെ ഉള്ളിൽ നിന്ന് പോവില്ല. അങ്ങനെ ആ ബ്രാഹ്മണരും പത്നിയും അവിടെ ഉള്ളവരൊക്കെ എത്രയോ തവണ ഭഗവാനെ വിളിച്ചു. നാരായണ 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 എന്നുള്ള ജപം മുഴങ്ങിയിരിക്കുന്നതിൻ്റെ ഉള്ളിൽ കൂടെ ആ കൊച്ചു കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടു. ആ കരച്ചിൽ മാത്രമേ കേട്ടുള്ളൂ. പിന്നെ കുഞ്ഞിൻ്റെ ആ മൃതദേഹ അടക്കം കാണില്ല. അതിൻ്റെ തൊട്ട് പിറകേതാ അവിടുന്ന് വളരെ കരച്ചിൽ കേട്ടപ്പോൾ ആ അർജുനൻ ആ മുറിയൊക്കെ ശരമൊക്കെ നീക്കി തുറന്നു നോക്കിയപ്പോൾ അവർ പറഞ്ഞു പ്രസവിച്ചു. പക്ഷെ കുട്ടിയുടെ കരഞ്ഞത് ഞങ്ങൾ പ്രസവിക്കുന്നതും കണ്ടു, കരയണതും കണ്ടു. ഇപ്പോൾ മൃതദേഹം അടക്കം കാണണില്ല ഇങ്ങനെയെന്ന് പറഞ്ഞു. അതുവരെ മൃതദേഹമെങ്കിലും ഉണ്ടായിരുന്നു, ഇപ്പോൾ മൃതദേഹം അടക്കം ഇല്ലാണ്ടായി. അർജുനൻ എന്താ വേണ്ടതെന്ന് അറിയാണ്ട് അർജുനൻ എന്താ ഇത് ഉറപ്പാണ് കുഞ്ഞിനെ രക്ഷിക്കുന്നത്. നമുക്ക് എന്തായാലും ഉറപ്പുള്ളൊരു കാര്യം പെട്ടെന്നേ അതില്ല എന്ന് പറയുമ്പോൾ വിശ്വാസം വരാണ്ട് നിൽക്കുക എന്ന് പറയില്ലേ, അതുപോലെ നിൽക്കുകയാണ്. അപ്പം അങ്ങനെ നിൽക്കുന്ന സമയത്ത് ആ ബ്രാഹ്മണനും ഉറപ്പാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അർജുനൻ സത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ തൻ്റെ സഹോദരിക്ക് വേണ്ടി കൃഷ്ണൻ വരും, ആ കുഞ്ഞിനെ കിട്ടും. ആ ബ്രാഹ്മണ പത്നിക്ക് ഉറപ്പായിരുന്നു. എല്ലാവർക്കും ആകെ പരിഭ്രമായി. കുറച്ച് സമയം അവർക്ക് എന്താണെന്ന് അറിയാണ്ട് അവർ ഉറക്കെ കൃഷ്ണ 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 ഗുരുവായൂരപ്പാന്ന് ഉറക്കെ കരഞ്ഞു. അത് കഴിഞ്ഞപ്പോഴേക്കും ആ സങ്കടവും ദേഷ്യമൊക്കെ കൂടിയിട്ട് ആരുടെ അടുത്തേക്ക് ചെന്നു? അർജുനൻ്റെ അടുത്തേക്ക് ചെന്നു. അർജുനൻ്റെ അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു, കഷ്ടം, എനിക്ക് ഇത്ര കാലം ആ കുഞ്ഞിൻ്റെ മൃതദേഹമെങ്കിലും ഉണ്ടായിരുന്നു. എൻ്റെ കണ്ണൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ച് കരയാൻ എനിക്ക് അത് സാധിച്ചതെന്ന് ഞാൻ എങ്ങനെ എൻ്റെ കണ്ണൻ്റെ മുമ്പിൽ പോകും? ആ കൃഷ്ണൻ്റെ മുമ്പിൽ ഞാൻ എന്ത് കവച്ച് കൊണ്ടുവച്ച് കരയും? ആ കൃഷ്ണനോട് എങ്ങനെ എൻ്റെ സങ്കടം പറയും? എല്ലാം ഇല്ലാണ്ടാക്കിയില്ലേ? ആ കുഞ്ഞിൻ്റെ മൃതദേഹം പോലും കാണാണ്ട് എല്ലാം നശിപ്പിച്ചില്ലേ? ആരാ പറഞ്ഞേ വില്ലാളി വീരനാണെന്ന്, അർജുനനാണെന്ന്? കൃഷ്ണനെ പോലെയല്ല, പ്രദ്യുമ്നെ പോലെയല്ല, അനിരുദ്ധനെ പോലെയല്ല എന്നൊക്കെ പറഞ്ഞു. ശരിയാ, അവരൊന്നും നടക്കെ ചെയ്യാൻ പറ്റാത്ത കാര്യം ചെയ്തു തരാമെന്ന് പറയില്ല. നിനക്ക് വലിയ വീരവാദമല്ലേ ഉള്ളൂ. ഇനി വേഗം പോയിട്ട് എന്താ പറഞ്ഞ, തീ കൂട്ടിയിട്ട് ചാടാന്നല്ല പറഞ്ഞ, വേഗം തീക്കുണ്ടം കൂട്ടി ചാടാൻ പറയും. പോയി മരിക്കുക, എൻ്റെ മുമ്പിൽ നിൽക്കണ്ട, തീ കൂട്ടിയിട്ട് മരിച്ചോളൂ എന്ന് പറയും. അത് കഴിഞ്ഞ് പിന്നെ പറയും, എന്തിനല്ലെങ്കിൽ നീ മരിക്കണേ, നീ മരിച്ച എൻ്റെ കുട്ടികളെ കിട്ടി, അവിടേക്കെങ്കിലും പൊക്കോളൂ, എനിക്ക് കാണണ്ട എന്നെല്ലാം പറഞ്ഞ് വിഷമിച്ചിരിക്കണ സമയത്ത് അന്വേഷിച്ച് എവിടെയാണിപ്പോൾ ഈ ശരീരം എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് എല്ലാ ദിക്കിലും അന്വേഷിച്ച് നടക്കുകയാണ്. പാതാളത്തിൽ പോയി തിരഞ്ഞു, അതുപോലെ യമലോകത്ത് പോയിട്ട്, സ്വർഗത്തിൽ പോയിട്ട്, എല്ലാ ലോകങ്ങളിലും പോയിട്ടും എവിടെ നിന്നും ആ കുഞ്ഞിൻ്റെ മൃതദേഹം അറിയില്ല. അവരൊന്നും കണ്ടിട്ടില്ല, ആർക്കും അറിയില്ല, എവിടെ എത്തിയിട്ടില്ല. അങ്ങനെ എവിടെയും കാണാണ്ടായപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യുക? കുണ്ടം കൂട്ടിയിട്ടു തീയും പിടിപ്പിച്ചു തിന്നു കത്തിച്ചൊലിക്കും നേരം 3 പ്രദക്ഷിണം വച്ചു ധനഞ്ജയൻ മൂർത്തികൾ മൂവരെയും വണങ്ങി. എനിക്ക് തന്നെയാണ് രക്ഷയുള്ളൂ എന്ന് വിചാരിച്ച് തീയെ പിടിപ്പിച്ച് തീക്കുണ്ടൊക്കെ കത്തിച്ചൊലിച്ചപ്പോൾ പ്രാർത്ഥിച്ചു. ആ ത്രിമൂർത്തികളെയൊക്കെ പ്രാർത്ഥിച്ചു. തൻ്റെ ഉപാസനാമൂർത്തിയായിട്ടുള്ള മഹാദേവനെ കണ്ണടച്ച് പ്രാർത്ഥിച്ചപ്പോൾ മഹാദേവനെ അതുവരെ ആ മഹാദേവനെ കണ്ണടച്ചാൽ ധ്യാനത്തിൽ അപ്പോൾ തെളിഞ്ഞു വരുന്നതാ. മഹാദേവനെ പ്രാർത്ഥിച്ചപ്പോൾ തെളിഞ്ഞ് കാണുന്നത് ഒരു മയിൽപ്പീലി. അതിൻ്റെ ചുവട്ടിലതാ അതിമനോഹരമായിട്ടുള്ള ഗോപിക്കുറി, ആ അതിമനോഹരമായിട്ടുള്ള തിരുമിഴികൾ, ആ നാസികകൾ, ആ മകരകുണ്ടലങ്ങളണിഞ്ഞ കാതുകൾ, സുന്ദരമായ കവിളുകൾ, മനോഹരമായ പുഞ്ചിരിയോട് കൂടിയിട്ട് ശ്രീകൃഷ്ണ ഭഗവാന്റെ സുന്ദരമായ മുഖം തെളിഞ്ഞു കാണാം. ഭഗവാൻ ചോദിക്കണു, ഞാൻ വരണോ കൂടെ എന്ന് ചോദിച്ചിട്ട് ആ
ആ കണ്ണനെ ഞാൻ വേണ്ടാന്ന് പറഞ്ഞ് നിഷേധിച്ചിട്ടല്ലേ പോന്നെ. ഇത്രയും എനിക്ക് എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം അപകടങ്ങളിൽ നിന്ന് രക്ഷിച്ചു, ഏതെല്ലാം വൈതരണികളിൽ നിന്ന് രക്ഷിച്ചു. എനിക്ക് എന്ത് പ്രതിബന്ധങ്ങളുണ്ടായാലും ഓടി വന്ന് രക്ഷിച്ചത് എൻ്റെ കൃഷ്ണനല്ലേ. ആ കൃഷ്ണനോട് ഞാൻ വേണ്ടാന്ന് പറഞ്ഞില്ലേ, ഇനി ഞാൻ ജീവിച്ചിരിക്കാൻ അർഹനല്ല, എനിക്ക് മരിക്കുക തന്നെയാണ് എന്ന് ഉറപ്പിച്ചിട്ടതാ. വില്ലും ശരങ്ങളും കൂട്ടിപ്പിടിച്ചുടൻ തെല്ലും മടിയാതെ തീയിൽ ചാടാൻ ഭാവിച്ചുറച്ചുടനോടി അണഞ്ഞപ്പോൾ ഗോവിന്ദൻ വന്നു കരം പിടിച്ചു. ആ സമയത്ത് പെട്ടെന്ന് ആരോ തൻ്റെ കയ്യിൽ വന്ന് പിടിച്ചു. ആ സ്പർശനം നല്ലോണം അറിയാം അർജുനന്. ഇതെൻ്റെ കൃഷ്ണനല്ലേ, എൻ്റെ ചങ്ങാതിയല്ലേ, എൻ്റെ കൂട്ടുകാരനായ കൃഷ്ണനല്ലേ. ഇത്രയും നിഷേധിച്ചിട്ടും എൻ്റെ മുമ്പിൽ വന്ന് ആ നിറഞ്ഞ കണ്ണുകളോടുകൂടി നോക്കുമ്പോഴാ ഭഗവാൻ കുറച്ച് ദേഷ്യമുണ്ട് മുഖത്ത്, കുറച്ച് പരിഭവമുണ്ട്. അവിടെ നിൽക്കുകയാണ്. നില്ലന്റെ ഫൽഗുന നീ എന്തു ഭാവിച്ചു, തീയിൽ പതിക്കുന്നതെന്തിനിപ്പോൾ, ഞാനല്ലയോ നിന്റെ ബന്ധു ധനഞ്ജയ, ജ്ഞാനികൾക്കാധാരം ഞാനാകുന്നു. എനിക്ക് എന്താ അർജുന നീ കാട്ടണേ, നീ എന്നെ മറന്നോ? എന്തിനാ നീ ഇപ്പം ഇത് ചെയ്തേ? ഞാൻ നിന്റെ കൂട്ടുകാരനല്ലേ, എല്ലാവർക്കും ഞാനില്ലേ കൂടെ, എല്ലാ കാര്യത്തിനും നിന്റെ കൂടെ ഞാൻ ഉണ്ടായിട്ടില്ലേ? നിനക്ക് എന്ത് ദുഃഖം ഉണ്ടായത്? ഞാനില്ലേ നിന്റെ കൂടെ, നീ വിഷമിക്കണത് എന്തിനാ? പിന്നെ ഞാൻ അങ്ങനെ മരിക്കാൻ വിടില്ല എന്ന് പറഞ്ഞു. പൂർണ്ണമായിട്ടും ആ ഭഗവാന്റെ കാരുണ്യം നമുക്കൊക്കെ കാണിച്ചു തരികയാണ്. അഹങ്കാരം കൊണ്ട് ഭഗവാനെ നമ്മൾ ഈശ്വരനെ ഉപാസിച്ചിട്ട് ഇപ്പം മുല്ലോർലി തേവരെ നമ്മൾ വിടാണ്ട് കൈപിടിച്ചിട്ട് പല വിധത്തിലുള്ള അപകടങ്ങളിൽ നിന്നും പല വിധത്തിലുള്ള ദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നൊക്കെ ഭഗവാൻ നമ്മളെ രക്ഷിച്ചിട്ടുണ്ടാവും. പക്ഷേ അതൊക്കെ നമുക്ക് ബോധ്യമുണ്ടെന്ന് വെച്ചാൽ നമ്മളതിനെ അത്ര തീവ്രമായിട്ട് എടുക്കണില്ല, മറന്നിങ്ങനെ നടക്കുക. പിന്നെയും നമ്മൾ നമ്മുടെ അഹങ്കാരം കൊണ്ട് ഓരോരോ അപകടങ്ങളിൽ ചെന്ന് ചാടിയാലും ആ ഭഗവാനെ ഒരു നാമെങ്കിലും ഭഗവാന്റെ മുമ്പിൽ ഇരുന്ന് ജപിച്ചോ, ഒരു തവണയെങ്കിലും ആ ഭഗവാനെ ഒരു അല്പമെങ്കിലും ആ പ്രേമത്തോട് കൂടിയിട്ട് നമ്മൾ വിളിച്ചോ, എൻ്റെ കൃഷ്ണ എന്ന് വിളിച്ചോ, ആ വിളി ഭഗവാൻ സ്വീകരിച്ച് വയ്ക്കും. പിന്നെ എന്ത് തന്നെ വന്നാലും നമുക്ക് ആദ്യമൊക്കെ തോന്നും ഭഗവാൻ കൈവിടിഞ്ഞെന്ന്, പക്ഷെ കൈവിടില്ല, ഒരപകടത്തിലും കൊണ്ടൊന്നും വിടില്ല ഭഗവാൻ. ആ ഗോവിന്ദൻ വന്നോ കരം പിടിക്കും. ഗോവിന്ദൻ നമ്മളെയൊക്കെ ഉയർത്താണ്, ആ മനസ്സിനെ മാംസത്തിൽ നിന്ന് ഉയർത്തണ ആ ഗോവിന്ദൻ വന്നിട്ട് നമ്മളെ കരം പിടിച്ച് നമ്മളെ രക്ഷിക്കും. അതൊക്കെ തന്നെയാണ് ഈ സന്താന ഗോപാലൻ കഥയിലൂടെ പറയുന്നത്. അങ്ങനെതാ ആ അർജുനനെയും കൊണ്ട് പോണു. ഭഗവാൻ പറയണു, വരൂ ഞാൻ കാണിച്ചു തരാം, നീ എന്തിനാ വിഷമിക്കണേ? ഈ ബ്രാഹ്മണൻ്റെ എല്ലാ കഷ്ടകാലങ്ങളും ഇതുവരെയുള്ള ദുരിതങ്ങളും പൂർവ്വജന്മത്തിലെ എല്ലാ കർമ്മപ്രാരാബ്ധങ്ങളും ഞാൻ തീർത്തു കൊടുത്തു. ഇനിതാ നീ വരൂ എൻ്റെ കൂടെ എന്ന് പറഞ്ഞു. അർജുനനെ കൂട്ടിക്കൊണ്ട് പോണു. തേര് കൊണ്ടുവന്നിട്ട് വീരവിജയൻ തന്നെയാണ്. നീക്ക് എവിടെയും നിന്നെ തോൽക്കാനായിട്ട്, നിന്റെ പേര് വിജയൻ എന്നല്ലേ, നിന്നെ ഞാൻ തോൽക്കാൻ അനുവദിക്കില്ല, നീ എൻ്റെ കൂടെ വരൂ എന്ന് പറഞ്ഞിട്ട് ആ തേരിൽ കയറ്റിയിട്ട് ഇങ്ങനെ പോണു. പോകുമ്പോൾ ആ മനോഹരമായിട്ടുള്ള ആ യാത്ര, ഓരോരോ ദിക്കിലേക്കും അങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ആഴികളേഴും കടന്നിട്ട് പതുക്കെ ചെല്ലണ സമയത്ത് ആ ലോകാലോകങ്ങളൊക്കെ കടന്നിട്ട് ഭഗവാൻ പോണ സമയത്ത് സൂര്യരശ്മികളൊന്നും ഇല്ലാതെ കൂരിരുട്ടായ ഒരു സ്ഥലത്തെത്തി. ആ കൂരിരുട്ടായിട്ടുള്ളൊരു സ്ഥലത്തെത്തിയപ്പോൾ കണ്ണ് കാണില്ല, ആകെ ഭയം. അപ്പോഴും അർജുനനൊരു ഭയമായി. ഇതെന്താ തീരെ കണ്ണ് കാണില്ല. മുറുക്കി പിടിച്ചു ഗുരുവായൂരപ്പൻ്റെ കയ്യിൽ. കണ്ണാന്ന് പറഞ്ഞ് മുറുക്കി പിടിച്ചു. നമ്മളുടെയൊക്കെ ഉള്ളിൽ നിറഞ്ഞ അജ്ഞാനത്തിൻ്റെ ആ ഇരുട്ടാണ് കാണിച്ചു തരുന്നത് ഭഗവാൻ. ആ ഭഗവാന്റെ അടുത്തേക്ക് എത്തണമെങ്കിൽ ആ ഇരുട്ടിനൊക്കെ കടക്കണം നമ്മൾ. ഭഗവാനെ ആ ഒരു പ്രേമത്തോടുകൂടി ഭഗവാനെ പിടിച്ചാൽ, ആ ഭഗവാനെ മുറുകെ പിടിച്ചാൽ ഭഗവാൻ എന്ത് കാണിച്ചു തരും? സുദർശനം കൊണ്ട്. ആ സുദർശനത്തിനെ ഭഗവാൻ ധ്യാനിച്ച വഴി സുദർശനം അത്രയ്ക്കും പ്രകാശമായിട്ട് അവിടെ വന്നു. ആ കോടി ദിനേശന്മാർ, കോടി സൂര്യന്മാർ ഉദിച്ച പോലെ പ്രകാശമായിട്ട് വന്നു. അങ്ങനെ അപ്പോൾ
ഗോവിന്ദ മാധവ കൃഷ്ണ മുരന്തക ഗോപീ മനോഹര വാസുദേവ ഗോവിന്ദ മാധവ കൃഷ്ണ മുരന്തക ഗോപീ മനോഹര വാസുദേവ നാരായണാനന്ദ വിഷ്ണു ജനാർദ്ദന എന്നെല്ലാം ഉറക്കെ വിളിച്ചുകൊണ്ട് അർജുനൻ ആ കൃഷ്ണന്റെ പാദത്തിൽ കെട്ടിപ്പിടിച്ചു. ആ ഭഗവാന്റെ കാരുണ്യം ആലോചിച്ചുകൊണ്ടിതാ അങ്ങനെ യാത്ര ചെയ്ത് മനോഹരമായിട്ടിതാ വൈകുണ്ഠത്തിലെത്തി. വൈകുണ്ഠത്തിൽ ചെന്ന് കാണുമ്പോൾ എന്താ കാണുന്നത്? വൈകുണ്ഠത്തിലിതാ സാക്ഷാൽ ആ മഹാവിഷ്ണുവിൻ്റെ ഭാവത്തിൽ ഇതാ അവിടെ എല്ലാം ഒന്ന് തന്നെയാണെങ്കിലും ഓരോരോ ഭാവമാണല്ലോ, എല്ലാം ഒന്ന് തന്നെയാണ്. ഇതാ സാക്ഷാൽ മഹാവിഷ്ണു അവിടെ ഉണ്ട്. ആ മഹാവിഷ്ണുവിൻ്റെ അടുത്ത് ചെന്ന് നോക്കിയപ്പോഴാണ് അർജുനൻ അത്ഭുതത്തോടു കൂടിയിട്ട് നോക്കുകയാണ്. കാരണം അനന്തശായിയായിട്ട് ആ മഹാവിഷ്ണു അവിടെ കിടക്കണു. സുന്ദരമായിട്ടുള്ള ആ മഹാവിഷ്ണുവിൻ്റെ ആ സ്വരൂപം കണ്ടിട്ട് സ്തുതിക്കുകയാണ് ഭഗവാനെ. ഓരോന്നും അത്രയും മനോഹരമായിട്ട് ആ ഭഗവാന്റെ ഓരോ രൂപങ്ങളും അവിടെ ആ രൂപം ഇവിടെ വർണ്ണിക്കുന്നുണ്ട്. ആ പൊന്നും മണികളും മിന്നും കരൾ നിറം മുന്നിലമ്മാറങ്ങു കാണായി വന്നു മുത്തും പവീഴവുമൊക്കെ വിളങ്ങുന്നു പത്തനാജാലങ്ങൾ കറ്റമില്ല 7 നിലയുള്ള മാടങ്ങളങ്ങിനെ ഏതാനുമല്ലൊരു 100 കോടി ദേവേന്ദ്രൻ തന്നെ ഭാര്യമാരുമായി ദേവന്റെ മുന്നിലും കാണായി വന്നു ഉർവശി മേനകാരംഭാതിലോത്തമ സാരസ്യമാം വണ്ണം പാടിടുന്നു. ഒരു ഭാഗത്ത് അങ്ങനെ കാണാണ്ട്. പക്ഷെ ആ കണ്ണൻ്റെ അടുത്തേക്ക് നേരെ ആ ഭഗവാന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ എന്താ ഉണ്ടാവണേന്നറിയോ? ആ ഭഗവാന്റെ ആ മുന്നിൽ നിന്നിട്ട് ഭക്തന്മാരെല്ലാവരും കൂടിയിട്ട് ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. അപ്പൊ ഭഗവാന്റെ ആ പൊന്നിൻ കിരീടവും മിന്നും കരൽ നിഴം മിന്നുന്ന നെറ്റിമേലെ ഗപുണ്ട്രം ചൊൽക്കൊണ്ട പങ്കജം പോലെ വിളങ്ങുന്ന തൃക്കണ്ണു രണ്ടും തിരുമുഖവും അർണോജനേത്രങ്ങൾ ആകുല ഭംഗിയും കർണങ്ങൾ രണ്ടും കവിൽ തടവും ഭംഗികളും തിരുമാവിൽ വനമാല കൗസ്തുഭാഭരണവും ശ്രീവത്സവും ശംഖും ഗദാചക്രം പങ്കജാനാഭന്റെ കങ്കണം മോതിരം കാണായി വന്നു ചിത്രം വിചിത്രം കുറികൾ പലവിധം എത്ര മനോഹരാമെന്നേ വേണ്ടു. ആ സുന്ദരനായിട്ടുള്ള ഭഗവാന്റെ കാൽക്കലിരുന്നിട്ട് ശ്രീദേവി തലക്കിലിതാ ശ്രീദേവി കാൽക്കൽ ഭൂദേവിയും ഇരുന്നിട്ട് 2 പേരും കൂടിയിട്ട് ആ ഭഗവാന് സേവ ചെയ്യണു. അപ്പോഴോ ആ കുട്ടികളെയൊക്കെ അവിടെ അങ്ങനെ നോക്കുമ്പോണ്ട് ആ കുട്ടികളെ 10 കുഞ്ഞുങ്ങളവിടെ 10 വയസ്സ് തൊട്ടിട്ട് കീഴ്പ്പെട്ട് ആ പ്രസവിച്ച കുഞ്ഞു വരെ അവിടെ ഉണ്ട്. അവരൊക്കെ എങ്ങനെയാ? വിപ്രന്മാർ, ആ വിപ്രന്റെ പുത്രന്മാരെ വിപ്രന്റെ പുത്രന്മാരെല്ലാം ഭഗവാന്റെ തൽപ്പേ ശയിക്കുന്ന കാണായി വന്നു. എല്ലാവരും അപ്പൊ പ്രസവിച്ച കുട്ടി എന്താ ചെയ്യണേന്നറിയോ? ശ്രീദേവി തൻ്റെ മുല കുടിപ്പു. ഒരു കുട്ടി ഇതാ ശ്രീദേവിയുടെ അടുത്ത് ചെന്നിട്ട് അമ്മിഞ്ഞപ്പാല് കുടിക്കണു. ഒരു കുട്ടി ഇതാ ആ ലക്ഷ്മിയുടെ അടുത്ത് നിന്ന് അമ്മിഞ്ഞപ്പാല് കുടിക്കണു. മറ്റുള്ള കുട്ടികളൊക്കെ അവിടെ ഭഗവാന്റെ മാറത്തും തോളത്തും അതുപോലെ അനേകം എല്ലാം നമുക്കൊക്കെ പേടി തോന്നണ പോലെ ആ അനന്തൻ്റെ തലയിലൊക്കെ കയറി ചാടി തുള്ളി കളിക്കുകയാണ് ഈ കുട്ടികളൊക്കെ. ഇതൊക്കെ കണ്ടപ്പോൾ അത്ഭുതത്തോട് കൂടിയിട്ട് അർജുനൻ നോക്കി നിൽക്കുകയാണ്. എല്ലാം അത്ഭുതമാണ്. അപ്പം അങ്ങനെ വൈകുണ്ഠത്തിൽ അവിടെ ഭഗവാന്റെ ഇച്ഛപ്രകാരം, അതായത് വൈകുണ്ഠം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന പോലെ
ആ കുണ്ഠതയൊന്നും ഇല്ലാണ്ട് സന്തോഷമായിട്ടിരിക്കുന്ന സ്ഥലം. അങ്ങനെയുള്ള ആ സ്ഥലത്ത് ആ കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ എന്നപ്പോൾ വേഗം അർജുനന് താല്പര്യമായി. അപ്പോൾ അർജുനൻ വേഗം അവിടെ ചെന്നിട്ട് ഇങ്ങനെ മുട്ടുകുത്തി നിന്നിട്ട് കൈയടിച്ചിട്ടുണ്ട് ഇങ്ങോട്ട് വരുമെന്ന് ഇങ്ങനെ വിളിച്ചു. അപ്പോൾ കുട്ടികളൊക്കെ ഓടിപ്പോയി അവിടെ ചെന്നിട്ട് ആ ശ്രീദേവിയെ കെട്ടിപ്പിടിക്കണോ, മഹാലക്ഷ്മിയെ കെട്ടിപ്പിടിക്കണോ, അതുപോലെ ഭൂമിദേവിയെ കെട്ടിപ്പിടിക്കണോ, അതുപോലെ ഭഗവാനെ കെട്ടിപ്പിടിക്കണോ. ഓരോരുത്തരും അങ്ങോട്ട് പോവുകയാണ്. ആരും വരണില്ല. അപ്പോൾ വേഗം ചോദിച്ചു, അച്ഛനുണ്ടോ നിങ്ങൾക്കെന്നു ചോദിച്ചപ്പോൾ അച്യുതനെ ചെന്നു തൊട്ടുകാട്ടി. അമ്മയുണ്ടോ നിങ്ങൾക്കെന്നു ചോദിച്ചപ്പോൾ ലോകമാതാവിനെ ചൂണ്ടിക്കാട്ടി. ഇതേ ഞങ്ങളുടെ അച്ഛനും, ഇതാണ് ഞങ്ങളുടെ അച്ഛൻ, ഇതാണ് ഞങ്ങളുടെ അമ്മ എന്ന് പറഞ്ഞിട്ട് ആ കുട്ടികൾ കാണിക്കണം. അപ്പോഴും അർജുനൻ പറഞ്ഞു ഇങ്ങോട്ട് വരൂ എന്ന് പറയുമ്പോൾ വരില്ല. അവിടെ നിന്ന് ചിരിക്കണോ പറയണോ, അല്ലാണ്ട് അടുത്തേക്ക് വരണില്ല. അങ്ങനെ കണ്ടപ്പോൾ ആ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഭഗവാൻ ആ കുട്ടികളെയൊക്കെ നോക്കിയിട്ടൊന്ന് ചിരിച്ചു. ശ്രീകൃഷ്ണ ഭഗവാനോട് പറഞ്ഞു, സാക്ഷാൽ പരിപൂർണതമനായിട്ടുള്ള ആ ശ്രീകൃഷ്ണ ഭഗവാനെ ഇവിടെ ഒന്ന് കണ്ട് നമസ്കരിക്കുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് എന്ന് അവർ പരസ്പരം മനസ്സുകൊണ്ട് സംസാരിച്ച് അവർക്ക് അങ്ങനെ ഒന്നുതന്നെയാണല്ലോ പറഞ്ഞതാ. ആ അനുഗ്രഹം കൊണ്ട് ഈ കുട്ടികളെയൊക്കെ കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞ് എല്ലാ കുട്ടികളെയും കൊണ്ടുപോകാൻ നോക്കി. കുട്ടികൾ വരണില്ല. കുട്ടികൾ വരാണ്ടായപ്പോൾ എന്താ ചെയ്തേ, വേഗം ആ ഭഗവാൻ എല്ലാവരെയും നോക്കി പുഞ്ചിരിച്ചു. അപ്പോൾ പുഞ്ചിരിച്ചു കഴിഞ്ഞപ്പോൾ ഭഗവാന്റെ മന്ദം ജഹാസ വൈകുണ്ഠ മോഹയന്നിവമായയാ. പുഞ്ചിരിയിലെല്ലാം മറന്നു. അങ്ങനെ ആ പുഞ്ചിരിച്ചു കൊണ്ടിരിക്കണ ആ കുട്ടികളപ്പോൾ വേഗം കൃഷ്ണൻ്റെയും അർജുനൻ്റെയും കൂടെ വേഗം വന്ന് ആ രഥത്തിൽ കയറി അവർ തിരിച്ചു വരികയാണ്. തിരിച്ചു വന്ന് നേരെ ആ വിപ്രൻ്റെ ഗൃഹത്തിലെത്തി. എന്നിട്ട് അർജുനനോട് പറഞ്ഞു, വിപ്രനെ വിളിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ വേഗം അർജുനൻ വിളിക്കണ സമയത്ത് അവിടെ അവർ രണ്ടുപേരും ഉറങ്ങിയിട്ടില്ല. കാരണം ഇങ്ങനൊരു ഇവിടെയും കൂടി കൃഷ്ണൻ കൈവിട്ടില്ലേ, ഇവിടെയെങ്കിലും കൃഷ്ണൻ രക്ഷിക്കുന്ന വിചാരിച്ച് ഇവിടെയും പോലും കൂടിയും കൈവിട്ടില്ലേ, നമുക്ക് ഈ ജന്മനി പുത്രഭാഗ്യമൊന്നും ഉണ്ടാവില്ല, നമ്മുടെ അത്രയും വലിയ മഹാപാപമായിരിക്കും ചെയ്തിട്ടുണ്ടാവുക എന്ന് പറഞ്ഞ് പരസ്പരം. അപ്പോഴും അവരെങ്ങനെയാ, കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. അപ്പോഴും എന്താണെന്നറിയോ, നാമം ജപിച്ചുകൊണ്ടിരിക്കുക. അടുത്ത ജന്മത്തിലെങ്കിലും ഈ പാപങ്ങളൊക്കെ തീർന്നിട്ട് നല്ലോണം പോലെ ആയ ഒരു ഉണ്ണിയെ ഒന്ന് കൊഞ്ചിക്കാൻ ഭാഗ്യം കിട്ടുകയാണെങ്കിലോ എന്ന് വിചാരിച്ച് നാമം ജപിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അർജുനൻ്റെ ശബ്ദം കേട്ടപ്പോൾ വീണ്ടും ആ ബ്രാഹ്മണൻ്റെ ദേഷ്യം വന്നു. നീ വീണ്ടും വന്നു, നീ എന്ത് പറയാനാ, നീ അടുത്ത കുട്ടിയെ രക്ഷിക്കാമെന്നാണോ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടതാ. വാതിൽ തുറന്നു കഴിയുമ്പോൾ ആദ്യം മുന്നിൽ കാണുന്നത് ശ്രീകൃഷ്ണ ഭഗവാനെയാണ്. കൃഷ്ണ കൃഷ്ണ ഹരേ 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 നാരായണ നാരായണ എന്ന് വിളിച്ച് ഭഗവാന്റെ പാദത്തിൽ നമസ്കരിച്ചു കഴിഞ്ഞപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, അർജുന കൊടുത്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അർജുനൻ നിങ്ങൾ വിചാരിക്കണ പോലെ ഒന്നും അല്ല കേട്ടോ, അർജുനൻ മിടുക്കനാണ്. അർജുനൻ്റെ ആ മിടുക്ക് കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം ഭഗവാൻ അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ ഇരുന്ന് ഇങ്ങനെ പറയുമ്പോൾ ഭഗവാൻ അവിടെ ഇരുന്ന് പറയേണ്ടത് കണ്ടോ, അവർ പറയണ കണ്ടപ്പോൾ നിങ്ങൾക്ക് സന്തോഷം. അവരുടെ മിടുക്കാന്ന് പറയുമ്പോൾ അവിടെ നിന്ന് ഭഗവാൻ ഇവിടെ ഉള്ളിലിരുന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ ഇതൊക്കെ എവിടെ ഉണ്ടാവും. ഓരോന്നും നമുക്ക് തരുന്നുണ്ട്. ഭഗവാൻ പറയും, പേര് നിൻ്റെ ഇട്ടോ എൻ്റെ പറയണ്ടെന്ന്. അങ്ങനെയാണ് ഭഗവാന്റെ കാരുണ്യം. എല്ലാം ഭഗവാൻ തന്നെയാണ്. ഇവിടെ ഓടി നടക്കുന്നുണ്ട്, ഓരോരുത്തരും ഓരോന്ന് ചെയ്യുന്നുണ്ട്. ഞാൻ അങ്ങനെ ചെയ്യണോ, ഞാൻ ഇങ്ങനെ ചെയ്യണോ, എനിക്ക് കഷ്ടപ്പാട്, എനിക്ക് ദുരിതം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ ഉള്ളിലിരുന്ന് ആ ഓടി നടക്കാനുള്ള ശക്തി അവിടെ നിന്ന് കിട്ടി. ഈ ഉള്ളിലിരുന്ന് പ്രവർത്തിക്കണ ഇത് കിട്ടി. എല്ലാവർക്കും തോന്നണില്ലല്ലോ അങ്ങനെ ഓടി നടക്കാൻ, അവർക്കല്ലേ തോന്നുന്നുള്ളൂ. അവരെ കൂടുതൽ ഭഗവാൻ നിയോഗിച്ചത് അവരെയാണ്. ബാക്കിയുള്ളവരോട് അത്രയും ബാക്കിയുള്ളവർക്കൊന്നും അത്രയും ഭഗവാനോട് അടുപ്പില്ല. ഇവിടെ ഇപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കൂ എന്ന് ഒരാളോട് പറഞ്ഞാൽ നീ കൊടുക്ക് പറ്റില്ല, അങ്ങോട്ട് ഇനി നിങ്ങളോടല്ല കൊടുക്കുക, ഇന്നലെ ഞാൻ കൊടുത്തു, നീ കൊടുക്കില്ലേ. ഇതുപോലെയാണ് ഇവിടുത്തെ വർത്തമാനം. അത് ഭഗവാൻ, കാരണം അത് പറയുമ്പോൾ ഗുരുവായൂരപ്പൻ എന്നെ ഏൽപ്പിച്ചതല്ലേ, ഇത് ഗുരുവായൂരപ്പൻ എനിക്ക് ചെയ്യാൻ പറ്റിയ സേവയല്ലേ, ഇതല്ലേ എനിക്ക് ഗുരുവായൂരപ്പൻ തന്നതെന്നുള്ള കൊതിയോടുകൂടി ആര് ചെയ്യണോ അവരെ നിയോഗിക്കുള്ളൂ. അല്ലാത്തവരെയൊന്നും കണ്ടറിഞ്ഞ് ചെയ്യാൻ സാധിക്കണം.
ഇവിടെ പറയുമ്പോൾ ഞാൻ പറയുമല്ലോ, ഞങ്ങളോട് പറഞ്ഞോളൂ എന്താ വേണ്ടത്, കണ്ടറിഞ്ഞ് ചെയ്താൽ മതി എന്ന് അവിടുന്ന് കിട്ടിയ ഉത്തരം, മുല്ലോളി തേവരുടെ ഉത്തരം. അത് ശരിയാണ്, നമ്മൾ കണ്ടറിഞ്ഞ് ചെയ്യണം, അപ്പോഴേ ഉള്ളൂ. അതുപോലെയാണ് നമ്മളെ ഓരോരുത്തരെയും ഭഗവാനോട് ഇഷ്ടമുണ്ടായാൽ നമുക്ക് ചെയ്യാൻ എന്ത് വേണമെങ്കിലും ചെയ്യാൻ തോന്നും. എങ്ങനെയായാലും എന്ത് കാര്യവും എല്ലാ കാര്യവും അങ്ങനെയാണ്. ഇവിടെ ആഹാരം കഴിക്കാനായിട്ട് നിൽക്കുമ്പോൾ ഞാൻ ആദ്യം പ്രസാദമൊക്കെ വാങ്ങി കഴിച്ചു പോട്ടെ, അങ്ങനെയല്ല. വയസ്സായവരുണ്ടോ, കുട്ടികളുണ്ടോ, വയ്യാത്തവർ വല്ലവരുണ്ടോ, എന്നാൽ അവരാദ്യം കഴിക്കട്ടെ, അവരെ കൈ പിടിച്ച് കൊണ്ടുപോയി അവിടെ ഇരുത്തി അവർക്ക് കൊടുത്ത് നമുക്ക് പിന്നെ കഴിക്കാം. അങ്ങനെ എത്രയോ ചെറുപ്പമായിട്ടുള്ളവർ ആദ്യം ഓടുണ്ട്, ആ വയസ്സായവർ എത്രയോ പേര് ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവർ വന്നിട്ട് പറയാം, അമ്മമാരെ നിങ്ങൾ കഴിച്ചോളും, ഞങ്ങൾ ഇവിടെ ഇരുന്ന് നാമം ജപിച്ചോളാം. അത് ഭഗവാനുള്ള സേവയാണ്. ആ സേവ ചെയ്യാനും സുഹൃത്തം വേണം. ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയത് ഭഗവാന്റെ കാരുണ്യം. ആ കാരുണ്യത്തിലൂടെ സുഹൃതം ചെയ്യാൻ നമ്മൾ ഓരോരുത്തരും നമ്മുടെ മനസ്സ് ആ ഭഗവാന് സമർപ്പിക്കണം. അപ്പോഴേ സുഹൃതം ചെയ്യാൻ പറ്റുള്ളൂ. അതാ ആ ഭഗവാൻ പറയണത്, ആ അർജുനനെ മുന്നോക്കം നിർത്തി. അപ്പം എന്താ, അപ്പം പ്രസവിച്ച് ആ കുഞ്ഞ് അതാ അർജുനൻ്റെ കയ്യിൽ വേഗം ബ്രാഹ്മണൻ്റെ കയ്യിൽ കൊടുത്തു. ബ്രാഹ്മണൻ ആ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ചു. അതാ ആ പത്നിയുടെ കയ്യിൽ കൊടുത്ത് ഓർക്കെ കരഞ്ഞു, കൃഷ്ണ കൃഷ്ണ. അപ്പോഴും കൃഷ്ണ കൃഷ്ണ എന്ന് ചോർക്കെ കരയണം. പിന്നെ ഓരോരോ പുത്രന്മാരെയായിട്ടും ആ 10 പുത്രന്മാരെ ഒരുമിച്ച് ആ ബ്രാഹ്മണന് കൊടുത്ത് അനുഗ്രഹിച്ചു. നമ്മൾ ആലോചിക്കണം, നമ്മുടെ ജീവിതത്തിൽ കഷ്ടപ്പാടും ദുരിതങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിലും ആ ഭഗവാന്റെ കാരുണ്യം എന്തിനൊക്കെയോ വേണ്ടി നമ്മളെ കാത്തു വച്ചിട്ടുണ്ടാവും ഉറപ്പായിട്ടും. ഇപ്പോൾ ഇവിടെ വായിച്ച കുറച്ച് വരികൾ എൻ്റെ അമ്മ എഴുതി വെച്ചത്, അമ്മ എന്നെ പഠിപ്പിച്ച സന്താനഗോപാലം എഴുതി വെച്ചത്. എന്നോ അമ്മ എഴുതി വെച്ചപ്പോൾ അന്ന് ഭഗവാൻ തേവര് തീരുമാനിച്ചിട്ടുണ്ടാവും ഇതൊരുക്കെ ഇവിടെ വെച്ചിട്ട് ഇവിടെ ഇരുന്ന് വായിക്കണം എന്ന് അന്ന് തേവര് തീരുമാനിച്ചു വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഓരോന്നും വന്നത്. അപ്പം ഇതൊക്കെ ഈ തേവരുടെ തീരുമാനം, നമ്മളൊന്നും ആരുമല്ല അല്ലേ. ഈ ഒരു പേന പിടിച്ച് എഴുതുമ്പോൾ ഞാനാ എഴുതണേ എന്ന് ആ പേന അഹങ്കരിക്കണ പോലെയാണ് ഇതൊക്കെ എഴുതണത് അല്ലേ. കുട്ടികളെയൊക്കെ കൊച്ചു കുട്ടികളെ കൊണ്ടുവന്നിട്ട് നമ്മൾ എഴുത്തിനിരുത്തുമ്പോൾ തറാന്നെഴുതോ, കൈ പിടിച്ച് താന്നെഴുതിച്ചിട്ട് താന്നെഴുതി. അപ്പം കുട്ടി പറയും, കണ്ടോ ഞാൻ താന്നെഴുതി. ആരാ ശരിക്കും എഴുതിയത്? അതിൻ്റെ അമ്മ കൈ പിടിപ്പിച്ച് എഴുതിച്ചുകൊണ്ടാണ് അത് വന്നത്. അതിന് തന്നെ എഴുതാൻ അറിയില്ല. അപ്പം അതുപോലെ ഭഗവാൻ കുറേ നമ്മളെ കൈ പിടിപ്പിച്ച് ഇങ്ങനെ എഴുതിക്കും. അത് കഴിഞ്ഞ് നമ്മളൊക്കെ അപ്പോൾ ആ കുറേ എഴുതി കഴിയുമ്പോൾ നമുക്കത് പഠിക്കണ്ടേ. എന്നും അങ്ങനെ അമ്മ കൈ പിടിച്ച് എഴുതിക്കില്ല. നമ്മളൊക്കെ സ്വയം ആ ഭഗവാന് സമർപ്പണം ചെയ്തിട്ട് അങ്ങനെയാണ് വേണ്ടത്. അപ്പം അതുപോലെ ഓരോരുത്തർക്കും നമുക്ക് നമ്മുടെ സർവ്വസമർപ്പണം തന്നെയാണ്. നമുക്ക് അഹങ്കാരം ഉണ്ടായാൽ എന്തുണ്ടാവും? നമ്മൾ ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും ഒടുവിൽ നമുക്ക് എല്ലാം കാണിച്ചു തരാണ്. ആ ഒടുവിൽ ഭഗവാന്റെ കാരുണ്യം എന്തായാലും ഉണ്ടാവും. എത്ര വിഷമിച്ചാലും നമുക്കത് ആ ഭഗവാനെ ആശ്രയിച്ചാൽ കൈവിടില്ല എന്ന് കാണിച്ചു തന്നുകൊണ്ട് ഈ മനോഹരമായിട്ടുള്ള സന്താനഗോപാലം എന്നുള്ള ഈ പ്രകരണം ഇവിടെ സമർപ്പിക്കുകയാണ്. ഇവിടെ ഓരോരുത്തരുടെയും പാദത്തിൽ മനസ്സുകൊണ്ട് നമസ്കരിക്കുന്നു. എല്ലാവർക്കും എപ്പോഴും നാമം ജപിക്കാനും, അത് കഴിഞ്ഞാൽ നാളത്തോടുകൂടി നമ്മുടെ സപ്താഹം ഇവിടെ സമർപ്പിക്കും. പക്ഷേ മറ്റന്നാൾ തിരുവോണമായിട്ടുണ്ട്, നാമം ജപിക്കാൻ വന്നോളൂ കേട്ടോ എന്നത് ആ മുല്ലോളി തേവര് പറയേണ്ടത്. രാവിലെ 9:30 തൊട്ട് 12 മണി വരെ ഇവിടെ സത്സംഗമുണ്ട്. ഭഗവാന്റെ കാരുണ്യം, ഭഗവാനോട് ഇത്തിരിയെങ്കിലും ഒരു ഇഷ്ടം ആരുടെയെങ്കിലും ഉള്ളിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ഇങ്ങോട്ട് വന്നോളൂ, നമുക്കിവിടെ ഒരുമിച്ചിരുന്ന് നാമം ജപിക്കാം. എല്ലാം ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുന്നു. പിന്നെ ഇന്ന് വേറൊരു കാര്യം പറയാനുള്ളത്, നാളെയാണ് നമ്മുടെ സപ്താഹ സമർപ്പണം. അപ്പോൾ ആ സമർപ്പണത്തിൻ്റെ ഇത്രയും ദിവസം നമ്മളെ ഒരുപാട് ഭഗവാന്റെ പാട്ടുകളൊക്കെ പാടി മനോഹരമായിട്ട് കണ്ണനെ മാങ്ങൂട്ടി ഉറക്കി നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ശ്രീജിത്ത് ഇന്ന് തൊട്ടൊരു വായന തുടങ്ങിയിട്ടുണ്ട്. അപ്പം എന്തായാലും നാളെയാണ് തുടങ്ങുന്നത് അല്ലേ? ഇന്ന് മഹാത്മ്യാണ്. അപ്പം നാളെ തുടങ്ങണത്. അപ്പം ഇന്ന് എന്തായാലും അവിടെ എത്തിച്ചേരണം എന്നാണ് ശ്രീജിത്തിന് ഗുരുവായൂരപ്പൻ കൊടുത്ത നിർദ്ദേശം. അപ്പം നമ്മളൊക്കെ ആ ഗുരുവായൂരപ്പൻ അങ്ങോട്ട് പോകാൻ പറഞ്ഞാൽ അങ്ങോട്ട് പോവുക. ഗുരുവായൂരപ്പൻ ആ ചതുരംഗം പോലെ നീക്കണ കരുക്കളല്ലേ നമ്മൾ. അപ്പോൾ ഇന്ന് ഇതാ ഇവിടെ സമർപ്പിച്ച് പോവുകയാണ്. അപ്പം നമ്മുടെ എല്ലാവരുടെയും മനസ്സ് നിറഞ്ഞ സ്നേഹവും പ്രാർത്ഥനയാണ് അവിടെ സമർപ്പിക്കേണ്ടത്. പിന്നെ അതിൻ്റെയൊക്കെ പ്രതീകമായിട്ട് ഇവിടെ ക്ഷേത്രത്തിൽ നിന്ന് അദ്ദേഹത്തിന് ക്ഷേത്രത്തിൽ നിന്ന് അദ്ദേഹത്തിന് ചെറിയൊരു സമർപ്പണം. അപ്പോൾ നമ്മളെല്ലാവരും ആ സമയം ഹരേ രാമ നാമം ഉറക്കെ ചൊല്ലുക. ആ സമർപ്പണം കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ ദീപാരാധന കഴിഞ്ഞ് ഇവിടെ സമർപ്പിക്കും. ഇത് അദ്ദേഹത്തിന് സമർപ്പിച്ചതിന് ശേഷം. അപ്പോൾ അതുവരെ നമുക്ക് ഹരേ രാമ ചൊല്ലാം. എല്ലാവരും ഉറക്കെ ചെല്ലണം. ഹരേ
ഒരു കാര്യം കൂടി പറയട്ടെ, ഒരു മിനിറ്റ് നിൽക്കണുണ്ട് ചേട്ടാ. ഇന്ന് എന്നോട് ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് ഭഗവാനെ പറ്റി ഇദ്ദേഹം ഉല്ലൂറിൽ തേവരെ പറ്റിയിട്ട് എഴുതിയ കീർത്തനം ശ്ലോകങ്ങൾ ഇവിടെ ജപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചു, ഇത് ഞങ്ങൾക്ക് കിട്ടുമോ, ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായി, എന്നും ജപിക്കാനാണെന്ന് പറഞ്ഞു. അപ്പോൾ നാളെ അത് സപ്താഹത്തിൻ്റെ യജ്ഞപ്രസാദമായിട്ട് ഇവിടെ നൽകുന്നുണ്ട്. ഒന്നും കൂടി നിങ്ങളെ അത് കേൾപ്പിക്കാൻ കൊതിയായിട്ട് ഇവിടെ കാത്തിരിക്കണോ ശ്രീജിത്ത്. അപ്പം എല്ലാവരും ഒന്നും കൂടെ കേട്ടോളൂ. രാധേശ്യാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. മുല്ലോർലിത്തേവരേ നിൻ പദമലരിണയിൽ ജന്മപുഷ്പങ്ങളേകാം. മൂലോകം കാത്തിടും നിന്നിഴയിണ വഴിയും തൃക്കടാക്ഷങ്ങളേകൂ. മാനത്തിൻ മന്ദിരത്തിൽ തെളിയുമഴകെഴും അമ്പിളിത്തെല്ലുപോലെ മിന്നീടേണം മുകുന്ദ. ഇവനുടെ വഴിയിൽ പൊൻവെളിച്ചം നിറയ്ക്കാൻ. കല്ലും മുള്ളും നിറഞ്ഞൻ വഴികളിലഖിലം നിൻ പ്രകാശം പരത്താൻ എല്ലായ്പ്പോഴും ഭജിപ്പൂ. അരികിലണയുവാൻ എന്തിനാണീ വിളംബം? മല്ലാരിക്കൻ മനസ്സിൽ വിരിയുമഴകെഴും താമരപ്പൂക്കളേകാം. മുല്ലോർലിത്തേവരേയൻ കഥനമകലുവാൻ തോഴനായെത്തുകില്ലേ? മൂകന്നാലംബമായും പലവിധ വ്യഥകൾക്കുത്തരം നൽകുവാനും മോക്ഷത്തിൻ നാഥനായും അടിപതറിടുവോർക്കാശ്രയം ചേർത്തിടാനും മുക്തിപ്പാലാഴിയാർന്നെൻ ജയമൃദീപകൾ നിന്നിലർപ്പിക്കുവാനും മുല്ലോർലിത്തേവരേ നീ കൃപ ചൊരിയണമേ, നൽവരം നൽകിടേണേ. ആലസ്യം നീക്കി നാമത്തരണിയിലണയാൻ നിന്നടുത്തെത്തിടാനായി ലീലാലോലന്റെ മായായവനികയകലാൻ മോക്ഷമാം തേരിലേറാൻ. നീലക്കാർ വർണ്ണനുണ്ണി തവ കഥയിലലിഞ്ഞ പദം ചേർന്നിടാനായി മുല്ലോളിത്തേവരേ നിൻ തിരുകൃപയണിയിച്ചിടുവാൻ കൈതൊഴുന്നേ. മുല്ലപ്പൂമ്പല്ലു കാട്ടി കുസൃതിയോടരികിൽ വന്നു കൈവല്യമേകാൻ തെല്ലും വൈകാതെ എത്താൻ അനുദിനമടിയൻ നാമഘോഷം മുഴക്കാം. പാലും തൂവെണ്ണയും പൊന്മുരളിയുമഴകാം പീലിയും കോലുമേകാം. മുല്ലോർളി കൃഷ്ണനുണ്ണി അഭയമരുളനേ, ആശ്രയം നൽകിടേണേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ
കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ രാമ ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത രാധാരമണ മുകുന്ദ മുരാരി ശരണം മേ തവ ചരണയുഗം ഹരിഹരപുത്രാശ്രിതവത്സല ശരണം മേ തവ ചരണയുഗം സ്വാമി ശരണം മേ തവ ചരണയുഗം ദേവി മഹേശ്വരി പാർവതി ശങ്കരി ശരണം മേ തവ ചരണയുഗം സാംബ സദാ ശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം ശംഭോ ശരണം മേ തവ ചരണയുഗം ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി സർവം നാരായണായേതി സമർപ്പയാമി സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. 7-ാം ദിവസമായിട്ടുള്ള നാളെയാണ് ആ ഭാഗവത സമർപ്പണം. എല്ലാവരും പതിവ് പോലെ തന്നെ പരമാവധി നേരത്തെ വരിക. നാളത്തോടു കൂടി ഈ ഭാഗവത ധർമ്മം ഇവിടെ ഉപേക്ഷിച്ച് പോരുത്. സൂര്യസ്ലാമ പറഞ്ഞ പോലെ ഈ നാമജപത്തോടും ഭാഗവത ഉപാസനയോടും കൂടി അനവധി കാലം ആ മുല്ലോറിൽ തേവരെ സേവിച്ച എല്ലാവർക്കും ആ ഭക്തിയോട് കൂടി ജീവിക്കാൻ സാധിക്കട്ടെ. എല്ലാവരും പരമാവധി ആൾക്കാരോട് പറഞ്ഞ് എല്ലാവരെയും കൂട്ടി ഈ ദിവ്യസന്നിധിയിലേക്ക് വരണമെന്ന് വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ്.